നാലാമത് മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡ് സമ്മാനിക്കുന്നതിന് ചേർന്ന മലയാറ്റൂർ സാംസ്കാരിക സായാഹ്നം 2025 സ്വാഗതം. മലയാളത്തിൻ്റെ സാഹിത്യ നായകൻ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ 98ാമത് ജന്മവാർഷിക ദിനത്തിൽ തിരുവനന്തപുരം ഭാരത് ഭവനിലാണ് ഈ ഒത്തുചേരൽ. മലയാറ്റൂർ ഫൗണ്ടേഷൻ സെക്രട്ടറി ശ്രീ PR ശ്രീകുമാർ എല്ലാവരെയും സ്വാഗതം ചെയ്തു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ മലയാറ്റൂർ രാമകൃഷ്ണൻ സാറിൻ്റെ 98ാമത് ജന്മവാർഷിക ദിനമാണെന്ന് ഒരു പ്രമുഖനായ IAS ഉദ്യോഗസ്ഥൻ, സാഹിത്യകാരൻ, ചിത്രകാരൻ, കാർട്ടൂണിസ്റ്റ്, ചലച്ചിത്ര തിരക്കഥാകൃത്ത്, സംവിധായകൻ തുടങ്ങി വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാറ്റൂർ രാമകൃഷ്ണൻ ഏകദേശം 27 വർഷക്കാലം ശാസ്ത്രി നഗറിലായിരുന്നു താമസിച്ചത്. ശാസ്ത്രി നഗറിലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ആരാധകരും ചേർന്ന് 2021 ജൂലൈ 16 മലയാറ്റൂർ ഫൗണ്ടേഷൻ രൂപപ്പെടുത്തിയത്. മലയാറ്റൂർ സാറിൻ്റെ അയൽക്കാരനും ആത്മസുഹൃത്തുമായ ശ്രീ പെരുമ്പടവം ശ്രീധരൻ, അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റായി ഞങ്ങൾക്ക് വ്യക്തവും ശക്തവുമായ മാർഗനിർദ്ദേശങ്ങൾ തന്ന് ഈ സംഘടനയെ മുന്നോട്ട് നയിക്കുകയാണ്. എല്ലാ വർഷവും മലയാറ്റൂരിൻ്റെ ജന്മവാർഷിക ദിനത്തിൽ നടത്തുന്ന മലയാറ്റൂർ സാംസ്കാരിക സായാഹ്നം, ആ വേദിയിൽ വെച്ചാണ് മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡ് നൽകുന്നത്. പിന്നെ മലയാറ്റൂരിൻ്റെ കൃതികളെ അടിസ്ഥാനമാക്കി എല്ലാ വർഷവും നടത്തുന്ന ലേഖന മത്സരങ്ങൾ, അതിൻ്റെ വിജയികൾക്കുള്ള അവാർഡുകൾ നൽകുന്നത് ഈ വേദിയിലാണ്. കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു മികവ് എന്നതുകൊണ്ടാകാം സാംസ്കാരിക വകുപ്പിൻ്റെ ഒരു സാമ്പത്തിക സഹായം നമുക്ക് ഈ വർഷം മുതൽ മലയാറ്റൂർ ഫൗണ്ടേഷന് കിട്ടുകയാണ്. അതിലൊരു സന്തോഷമുണ്ട്. അപ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളുമായിട്ട് ഫൗണ്ടേഷനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ അധ്യക്ഷൻ ശ്രീ പെരുമ്പടവം ശ്രീധരൻ സാറ് ഇന്നത്തെ മലയാറ്റൂർ സാംസ്കാരിക സായാഹ്നത്തിൻ്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹം എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളൊന്നാണ് സരസ്വതി സമ്മാനം. ആ സരസ്വതി സമ്മാനം ഉൾപ്പെടെ 40ലധികം പ്രശസ്തങ്ങളായ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ വ്യക്തിയാണ് ശ്രീ പ്രഭാവർമ്മ. അദ്ദേഹം ആണ് നമ്മുടെ മലയാറ്റൂർ സാംസ്കാരിക സായാഹ്നം ഉദ്ഘാടനം ചെയ്യുന്നത്. ശ്രീ പ്രഭാവർമ്മ സാറിനെ ആദരപൂർവ്വം മലയാറ്റൂർ സാംസ്കാരിക സായാഹ്നത്തിലേക്ക് സ്വാഗതം ചെയ്തു. ശ്രീ പ്രേംകുമാർ സാർ, അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ്. 2022 മുതൽ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായിട്ട് കഴിഞ്ഞ വർഷം 29ാമത് രാജ്യാന്തര ചലച്ചിത്ര മേള സമയത്ത് അദ്ദേഹം അതിൻ്റെ ചെയർമാനായി അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ മുഖ്യാതിഥിയായിട്ട് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നതെന്ന് പറയാം. അദ്ദേഹത്തെ ആദരപൂർവ്വം മലയാറ്റൂർ സാംസ്കാരിക സായാഹ്നത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ നമ്മൾ വിതരണം ചെയ്യുന്നത് 4ാമത് മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡാണ്. അതിന് 73 നോവലുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്.
അപ്പോൾ അതിൽ നിന്ന് ഇതിനു വേണ്ടി പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു സമിതി പരിശോധനയെല്ലാം കഴിഞ്ഞിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 7 നോവലുകൾ, അത് പ്രൊഫസർ ചന്ദ്രമതി ചെയർപേഴ്സണായും പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ മലയാള വിഭാഗം പ്രൊഫസർ ഡോക്ടർ TK സന്തോഷ് കുമാർ ജൂറി അംഗം, പിന്നെ മഹാത്മാഗാന്ധി കോളേജിലെ മലയാള വിഭാഗം പ്രൊഫസർ ഡോക്ടർ ആശ നജീബ് ജൂറി അംഗവുമായ ഒരു സമിതി. ആ സമിതിയാണ് അതിനെ പുതിയ അവാർഡ് നിശ്ചയിച്ചത്. അതിലെ ജൂറി അംഗം ഡോക്ടർ ആശ നജീബ് എന്നിവിടെ വന്നിട്ടുണ്ട്. ആശ നജീബാണ് ഈ വർഷത്തെ മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡ് ലഭിച്ച അല്ലോഹലൻ എന്ന പുസ്തകത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഡോക്ടർ ആശ നജീബിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാറ്റൂർ സാംസ്കാരിക സായാഹ്നത്തിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രം എപ്പോഴും അവാർഡ് ജേതാവായിരിക്കും. ശ്രീ അംബികാസുധൻ മാങ്ങാടാണ് ഇന്നത്തെ നമ്മുടെ ശ്രദ്ധാകേന്ദ്രം. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ നിന്ന് മലയാള വിഭാഗം അധ്യക്ഷനായിട്ട് ആണ് അദ്ദേഹം വിരമിച്ചത്. പ്രഭാവർമ്മ സാറിനെ പോലെ തന്നെ 40-ലധികം പ്രമുഖ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള വ്യക്തിയും കൂടിയാണ് ശ്രീ അംബികാസുധൻ മാങ്ങാട്. അവാർഡ് ജേതാവായ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സാംസ്കാരിക സായാഹ്നത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ചെയ്യുന്നത് ഒരു സാഹിത്യ മത്സരമാണ്. അതിന് എപ്പോഴും നമ്മൾ മലയാറ്റൂർ സാറിൻ്റെ ഒരു രചനയെ ആധാരമാക്കിയിട്ടുള്ള ലേഖന മത്സരമാണ്. ആദ്യത്തെ വർഷം വേരുകളായിരുന്നു, രണ്ടാമത്തെ വർഷം യന്ത്രം. കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾ അത് പ്രായപരിധി എടുത്ത് കളഞ്ഞിട്ട് എല്ലാവരെയും പങ്കെടുക്കുന്ന രീതിയിലാക്കി. കഴിഞ്ഞ വർഷം യക്ഷി എന്ന നോവലിനെ കുറിച്ചായിരുന്നു. അതിൽ ഒരു 72 വയസ്സുള്ള ഒരു കൊല്ലം ജില്ലയിലെ ഒരു സുഹൃത്താണ്, കാർത്തികൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഒരു അവാർഡ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ആ പ്രായപരിധി എടുത്ത് കളഞ്ഞതിൻ്റെ പ്രയോജനം എല്ലാവരും കിട്ടി. ഈ വർഷം നമ്മൾ മലയാറ്റൂരിൻ്റെ പൊന്നി എന്നൊരു നോവലിൻ്റെ അടിസ്ഥാനത്തിലാണ് മത്സരം നടത്തിയത്. അതിൻ്റെ 36 ലേഖനങ്ങൾ ഇത്തവണ വന്നു. ഏറ്റവും കൂടുതൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുന്നത് ഏറ്റവും കൂടുതൽ വന്നത് ഈ വർഷമാണ്. അതിൽ നിന്ന് ശ്രീ പ്രശസ്ത നോവലിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകനും പരിസ്ഥിതിയെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ശ്രീ C. റഹീം ആണ് അതിൻ്റെ ജൂറി ചേർന്ന്. അദ്ദേഹം 3 ലേഖനങ്ങളാണ് തിരഞ്ഞെടുത്തത്. അപ്പം ആ ഒരു ദൗത്യം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച ശ്രീ C. റഹീമിന് നന്ദി പറയുകയും അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ മലയാറ്റൂർ സാംസ്കാരിക സായാഹ്നത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. ശ്രീ നൗഷദ് അലി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വളരെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ആദരപൂർവ്വം ഇനി ഞങ്ങളുടെ ഭരണസമിതി അംഗങ്ങളിൽപ്പെട്ട ഒരു പ്രമുഖയാണ് ശ്രീമതി ശോഭ രാജ്മോഹനാണ് നമുക്കിതിൻ്റെ ഇന്നത്തെ കോമ്പിയറിംഗ് കാര്യങ്ങളൊക്കെ അവതാരകയുടെ റോൾ ചെയ്യുന്നത്. ശോഭ രാജ്മോഹനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ ഭരണസമിതി അംഗങ്ങൾ, പിന്നെ ഇതിനു വേണ്ടിയുള്ള സ്വാഗത സംഘ അംഗങ്ങൾ, പിന്നെ മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ എല്ലാമായ അംഗങ്ങൾ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ശാസ്ത്രി നഗറിലെ മലയാറ്റൂർ സാറിൻ്റെ അയൽക്കാരായ സുഹൃത്തുക്കൾ എല്ലാവരോടും വന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. മലയാറ്റൂർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ശ്രീ പെരുമ്പടവം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, നമസ്കാരം എല്ലാവർക്കും. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഒതുങ്ങി കൂടി കഴിയായിരുന്നു പുറത്തുനിന്ന് പോകാൻ. പക്ഷേ ഇന്ന് ഇതിൽ വരാതിരിക്കുന്ന വൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വന്നിരുന്നതാണ്. നിങ്ങളെല്ലാവരെയും ഈ വേദിയിൽ വെച്ച് കാണുമ്പോൾ
എന്തെന്നില്ലാത്തൊരു സന്തോഷവും അഭിമാനവും മലയാറ്റൂരിൻ്റെ ഒരു അയൽക്കാരൻ എന്ന നിലയിൽ ജീവിച്ചതിൻ്റെ ഓർമ്മകൾ എൻ്റെ ഹൃദയം നിറയുന്നു. അതൊരു ജന്മത്തിൻ്റെ സാഫല്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നെ അദ്ദേഹത്തിന് അത്ര ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നത് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സംതൃപ്തി ഉണ്ടാവുകയില്ല. അദ്ദേഹം പറയുന്നത് എന്നാ ശ്രീകുട്ട എന്നാണ് എന്നെ വിളിക്കുന്നത്. ശ്രീകുട്ട എന്ന് വിളിക്കുകയും അദ്ദേഹം പറയും, ശ്രീകുട്ട അരമണിക്കൂർ നിനക്ക് തരുന്നു, അതിനുള്ളിൽ നീ ഇവിടെ വന്നിരിക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ ചെല്ലുമ്പോഴത്തേക്കും അരമണിക്കൂറൊക്കെ കഴിയും. എങ്കിലും അദ്ദേഹത്തെ അന്വേഷിച്ച് ഇടവഴി ചാണ്ടി അവിടെ ചെല്ലുമ്പോൾ ഒരു കള്ളച്ചിലോട് കൂടി പോയി, നിനക്ക് ഇപ്പോഴും അനുസരണയുണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ല, അങ്ങനെയല്ല, അനുസരണ ചെയ്യുമെന്നുള്ള ആളല്ല ഞാൻ. പക്ഷെ വിളിക്കുന്നത് ആരാണ്? അതാണ് എന്നെ ഇങ്ങോട്ട് കൈ പിടിച്ച് നടത്തിച്ചത്. നന്നായി വരും. നമുക്കിവിടെ അങ്ങ് കഴിയാവിടാതെ നമുക്കൊന്നും ചെന്നാൽ കഴിയാം. ഗവൺമെൻറ്റാണൊക്കെ പിന്നീട് ഒത്തിരി കാര്യങ്ങളുണ്ടാകും. ഇപ്പോൾ അതൊക്കെ ഞാൻ ഓർത്തു പോവുകയാണ്. എൻ്റെ അയൽക്കാരനായി അദ്ദേഹം ഉണ്ടായിരുന്നു കുറേ കാലം. അതൊരു അഭിമാനകരമായ കാര്യമായിരുന്നു. മലയാറ്റൂരിൻ്റെ അയൽക്കാരനായി കഴിയുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമില്ല. അതെൻ്റെ ഒരു ഭാഗ്യാനുഭവമാണ്. ഞങ്ങൾ ആദ്യം കാണുമ്പോൾ അതിലൊന്ന് സാഹിത്യ ചർച്ചയാണ്. അദ്ദേഹം പറയണത് അദ്ദേഹം എഴുതി ചെയ്തൊരു കഥ ഞാൻ വായിച്ചു കേൾക്കണം. അത് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. എൻ്റെ ഒരു കഥയാണെന്നും അതിന് കുറേ നന്മകളുണ്ട് എന്ന് മനസ്സിലാകുന്നത് നീ അതിവിടെ ഇരുന്ന് വായിക്കുമ്പോഴാണ് എന്നും. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ തീർച്ചയായിട്ടും അത് വായിക്കുകയും ആ കഥ ഉൾക്കൊള്ളുന്ന മാനുഷിക ഭാവങ്ങളെ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ അത് ഓർക്കാൻ കഴിഞ്ഞതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. 2023 മലയാളത്തിന് സരസ്വതി സമ്മാൻ ലഭിക്കുന്നത് രൗദ്രസാത്വികം എന്ന കാവ്യ ആഖ്യായികയ്ക്കാണ്. അതിൻ്റെ രചയിതാവ് പ്രശസ്ത കവി ശ്രീ പ്രഭാവർമ്മ. അദ്ദേഹമാണ് ഇന്നത്തെ ഈ മഹനീയമായ ചടങ്ങിന് ദീപം തെളിയിക്കുന്നത്. ദൈവത്തിൻ്റെ കഴിവുള്ള മഹാനായ ഒരു സാഹിത്യകാരനാണ് ശ്രീ പെരുമ്പടവം ശ്രീധരൻ അവറുകളാണ് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത്. മലയാറ്റൂർ സ്മരണ മുൻനിർത്തിയുള്ള ഈ സംഘടനയെ നയിക്കുന്നത്. അതുതന്നെ വലിയ ഒരു ധന്യതയാണ്. അങ്ങനെയുള്ള മലയാറ്റൂരിൻ്റെ നാമധേയത്തിലുള്ള പുരസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ശ്രീ എം പി ആസുദൻ മങ്ങാടിന് ലഭിക്കുന്ന ധന്യതയാർന്ന സന്ദർഭമാണിത്. അതിൽ പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം ഹൃദയം നിറയ്ക്കുന്ന സന്തോഷത്തിൻ്റേതായ കാര്യമാണ്. മലയാറ്റൂർ സ്മരണ മുൻനിർത്തിയുള്ള ഒരു സായാഹ്നം ഉദ്ഘാടനം ചെയ്യാൻ എത്രത്തോളം യോഗ്യനാണ് ഞാൻ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. മലയാറ്റൂരുമായി വളരെ ഗാഠമായ ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. കേവലമായ പരിചയത്തിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ അറിഞ്ഞിട്ടുള്ള ആളുമല്ല. 1 or 2 തവണ മാത്രമേ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. ഒരിക്കൽ ഞാൻ ഡൽഹിയിൽ പത്രപ്രവർത്തകനായിരുന്ന ഘട്ടത്തിൽ കേരള ഹൗസിൽ വെച്ച്, പിന്നീട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച്, മൂന്നാമത് കാണുന്നത് അദ്ദേഹം
അസ്തചേതനായി അങ്ങനെ കിടക്കുന്നതായാണ്. ആദ്യ ഘട്ടത്തിൽ കണ്ടപ്പോൾ ആ സമയത്ത് അദ്ദേഹം സിവിൽ സർവീസിൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ധാരണ. എന്നാൽ എന്തെങ്കിലും ഔദ്യോഗികമായ കാര്യങ്ങൾ സംസാരിച്ചില്ല, ഞാനൊരു പത്രപ്രവർത്തകനായിരുന്നെങ്കിലും. രണ്ടാമത് കണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതി വേരുകൾ ഒരു ടെലിവിഷൻ സീരിയൽ ആക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. പ്രശസ്ത മാധ്യമപ്രവർത്തകനായിരുന്ന അന്തരിച്ച TN ഗോപകുമാറാണ് മലയാറ്റൂരിൻ്റെ വേരുകൾ ഒരു ടെലിവിഷൻ പരമ്പര ആക്കാൻ നിശ്ചയിച്ചത്. 20 വർഷം കഴിഞ്ഞു. TN ഗോപകുമാർ ഡൽഹിയിൽ എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, ആത്മമിത്രമാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാവാം എന്നോട് പറഞ്ഞു, പ്രഭാവർമ്മ ഇതിൽ പാട്ടുകൾ എഴുതണമെന്ന്. ഞാൻ അപ്പോൾ പാട്ടുകളൊന്നും എഴുതുന്ന ഒരു നില ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ പാട്ട് എഴുതുകയോ എന്ന് ചോദിച്ചു. ഗോവൻ പറഞ്ഞു, അതെ, വർമ്മ തന്നെയാണ് പാട്ട് എഴുതുന്നത്. ഏതായാലും ഒരു ദിവസം അങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. കരമനയാറിൻ്റെ തീരത്തുള്ള മലയാറ്റൂരിൻ്റെ വീട്ടിൽ നമുക്ക് ഒരുമിച്ച് കൂടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി. മലയാറ്റൂരുണ്ട്, TN ഗോപകുമാറുണ്ട്, MG രാധാകൃഷ്ണനാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത്, അദ്ദേഹവുമുണ്ട്. അപ്പോൾ മലയാറ്റൂരിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഞാൻ ചോദിച്ചു ഗോപനോട് വീണ്ടും ഒരിക്കൽ കൂടി, ഞാൻ പാട്ട് എഴുതണമെന്നിങ്ങനെ നിർബന്ധിക്കുന്നത് ശരിയാണോ? ഭാസ്കരൻ മാഷുണ്ട്, ONV സാറുണ്ട്, ഉണ്ട്, യൂസഫ് അലി PhD ഉണ്ട്, അങ്ങനെ നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ടല്ലോ. ഇവരൊന്നും അല്ലാതെ ഞാൻ എഴുതുന്നതിൽ അപാകതയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഗോവൻ പറഞ്ഞു, പ്രഭാവർമ്മ തന്നെയാണ് ഇതിലെഴുതുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സംശയത്തോടെ മലയാറ്റൂരിനെ നോക്കി, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ്. അതിനനുബന്ധമായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് വേരുകൾ ഒരു തമിഴ് പശ്ചാത്തലം ഉള്ള അഗ്രഹാര പശ്ചാത്തലമൊക്കെ കൂടിയുള്ള ആത്മകഥാപരമായ ഒരു കൃതിയല്ലേ. അപ്പോൾ തമിഴ് പശ്ചാത്തലം ഒക്കെ ഉള്ള തമിഴ് സംസ്കാരം എന്താണെന്നറിയുന്ന SMS നായരെ പോലെ ആരെ കൊണ്ടെങ്കിലും എഴുതിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ചു. അപ്പോൾ മലയാറ്റൂർ പറഞ്ഞ ഇതാണ്, വയലാർ രാമവർമ്മ ഉണ്ടായിരുന്നെങ്കിൽ, കുട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്. ഞാൻ കുട്ടനെ കൊണ്ട് എഴുതിച്ചേനെ. ഇപ്പോൾ പ്രഭാവർമ്മ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, പ്രഭാവർമ്മ തന്നെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ ടെലിവിഷൻ സീരിയലിന് പാട്ടെഴുതുന്നതുമായി ബന്ധപ്പെട്ട് മലയാറ്റൂരുമായി വളരെ അടുത്ത് ഇടപഴകുന്നത്. വംശമഹാവൃക്ഷത്തിൻ വേരുകൾ എന്ന് തുടങ്ങുന്ന ആ ഗാനം, അതിലെ ആദ്യ ഗാനം ഞാൻ അവിടെ വെച്ച് തന്നെ എഴുതി. ഞാൻ ആ വരികൾ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ഇത് തന്നെ മതി നമുക്ക് ടൈറ്റിൽ സോങ് ആയിട്ട് എന്ന് ഗോപനോട് പറഞ്ഞു. MG രാധാകൃഷ്ണൻ അവിടെ വെച്ച് തന്നെ അത് ഈണം നൽകി ഒന്ന് ആലപിക്കുകയും ചെയ്തു. അപ്പോൾ ആ വിധത്തിലുള്ളൊരു ബന്ധം, കേവലമായ വളരെ ഔപചാരികമായ ബന്ധം മാത്രമേ എനിക്ക് അദ്ദേഹത്തിനും ഇടയിലുണ്ടായിട്ടുള്ളൂ. എന്നാൽ ഈ വേരുകൾ, യക്ഷി ഇതുപോലുള്ള കൃതികളൊക്കെ തന്നെ, ബ്രിഗേഡിയർ കഥകൾ, അതുപോലെ നിരവധിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൃതികളുണ്ടല്ലോ, പൊന്നിയുണ്ട്. ഈ കൃതികളൊക്കെ എൻ്റെ കൂടെ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഭാഷാ സ്നേഹത്തെ, എൻ്റെ ഒരു ഭാവുകത്വത്തെ, എൻ്റെ ഒരു ആസ്വാദന നിലവാരത്തെയൊക്കെ നവീകരിക്കുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലുമൊക്കെ വലിയ പങ്കുവഹിച്ചുകൊണ്ട് എന്നോടൊപ്പം നടന്നു പോന്നിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് എന്നത് ആവാം ഒരു പക്ഷേ എന്നെ ഇവിടെ നിർത്തുന്നതിൻ്റെ പിന്നിലുള്ള ഒരു പ്രേരക ഘടകം. അതല്ലെങ്കിൽ ഈ പുരസ്കാരം സമർപ്പിക്കുന്ന ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ എത്തുമായിരുന്നില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എത്ര മഹാനായ ഒരു എഴുത്തുകാരനാണിത്. ഈ കേരളത്തിൻ്റെ 4 അതിരുകൾക്കുള്ളിലായി ഒതുങ്ങി നിൽക്കേണ്ട ഒരാളല്ലല്ലോ. ഇതേപോലെ ഞാൻ വേറൊരാളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഭാഷയിലല്ലായിരുന്നു എഴുതിയിരുന്നത് എങ്കിൽ എത്രയേറെ പ്രസിദ്ധനായ ഈ സാർവദേശീയ തലത്തിൽ തന്നെ എന്ന്. അത് സത്യം പറയട്ടെ, ഈ അംബികാസുധൻ മാനാടിനെ കുറിച്ചാണ്. മലയാറ്റൂരിൻ്റെ പേരിലുള്ള പുരസ്കാരം അംബികാസുധൻ മാനാടിന് ലഭിക്കുമ്പോൾ അതിൽ വലിയൊരു ഔചിത്യ ഭംഗിയുടെ തിളക്കമുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. എന്തുകൊണ്ടാണ് ഔചിത്യ ഭംഗിയുടെ തിളക്കം ഉണ്ടാവുന്നത്? ഇവർ രണ്ടുപേരും വേണ്ട വിധത്തിൽ അർഹതപ്പെട്ട രീതിയിൽ അംഗീകരിക്കപ്പെട്ടവരല്ല. മലയാറ്റൂരിൻ്റെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടില്ല, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അതിനൊക്കെ അപ്പുറത്ത് നൊബേൽ പ്രൈസിൽ വരെ ചെന്ന് നിൽക്കേണ്ട ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ, സർഗാത്മക വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹമെന്ന് അദ്ദേഹത്തിൻ്റെ കൃതികളെ ഗാഠമായ പാരായണത്തിന് വിധേയമാക്കുന്ന
ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. പക്ഷേ നമുക്ക് ഇങ്ങനെ ശ്രേഷ്ഠമായ കൃതികൾ മലയാളത്തിലുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയുന്നില്ല. എന്തോ ഒരു സങ്കോചം നമുക്കുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള ഭാഷയുടെ സാഹിത്യ ചരിത്രം എടുത്തു നോക്കിയാൽ എക്കാലവും ഈ വിധത്തിലുള്ള ഒരു അപകർഷതാ ബോധം നമ്മളെ നയിച്ചിട്ടുണ്ട്. മലയാളി സമൂഹത്തെ, മലയാളി സാഹിത്യ വ്യക്തിത്വ സമൂഹത്തെ ഒക്കെ നയിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. പണ്ട് മലയാള കാവ്യ ചരിത്രം തുടങ്ങുന്നത് രാമചരിതത്തിലാണെന്നാണ് പറയുക. ശ്രീരാമകവി മന്ദപ്രജ്ഞന്മാർക്കറിവാനായി മനുകുല തിലകരുടെ വൃത്താന്തം ഒട്ടായ പ്രകാരം ചൊല്ലുന്നേൻ എന്നാണ് എഴുത്തച്ഛൻ പോലും പറഞ്ഞിട്ടുള്ളത്. രാമചരിതകാരനാണെങ്കിലോ ഊഴിയിൽ ചെറിയവർക്കറിയാനായി എഴുതുന്നു എന്നാണ് പറഞ്ഞത്. ഊഴിയിൽ ചെറിയവർക്കാണ്, വലിയവർക്ക് വേണ്ടിയൊന്നും അല്ല എഴുതുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന ഭാഷയിൽ ആവുന്ന പോലൊക്കെ ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് എഴുത്തച്ഛൻ പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? മന്ദപ്രജ്ഞന്മാർക്ക് അറിവാനായി. മനുകുല തിലകനുടെ ശ്രീരാമൻ്റെ ചരിത്രം ഞാൻ ആവുന്നത് പോലെയൊക്കെ പറയുന്നു. ഇങ്ങനെ പറഞ്ഞ് പിൻവാങ്ങി നിൽക്കുന്ന ഒരു രീതി. വില പറയാൻ അരുതാകിയ രത്നം അരിയൊരു പൊന്നിൻ ചെപ്പതിലല്ലാതെ അലവരമായ അകിയ തുണിയിൽ പൊതിയിലും അതിലുള്ള മഹിമ വിരോധം വരുമോ എന്ന കണ്ണശന്മാരെ എഴുത്തച്ഛന് മുമ്പുള്ള ആളാണ് കണ്ണശന്മാർ എഴുതിയിട്ടുള്ളത്. അതായത് ഈ രത്നം അല്ലെങ്കിൽ ഈ വില പറയാൻ അരുതാകിയ രത്നം, ഈ മഹത്വമാർന്ന ഈ രത്നം ഏതാ? ഭഗവത്ഗീതയാണെങ്കിലും രാമായണമാണെങ്കിലും ഭാഗവതമാണെങ്കിലും ഒക്കെ ഇതുപോലെയുള്ള രത്നങ്ങളൊക്കെ ഒരു പൊന്നിൻ്റെ പട്ടിലാണിത് പൊതിയേണ്ടത്. ആ പൊന്ന് പട്ടിലാണ് പൊതിയേണ്ടത്. പക്ഷേ അലവല്ലമാകിയ ആകെ മുഷിഞ്ഞ് നാറിയ ഈ തുണിയിൽ, അതായത് നമ്മളുടെ ഈ ഭാഷയിൽ, ഈ ദ്രാവിഡ ഭാഷയിൽ പൊതിയുകിൽ അതിനുള്ള മഹിമ, അതിൻ്റെ ഗ്രേറ്റ്നെസ്സിൻ്റെ, അതിൻ്റെ മഹത്വത്തിന് എന്തെങ്കിലും വിധത്തിലുള്ള ഗ്ലാനി സംഭവിക്കുമോ എന്നാണ് ആ കണ്ണശന്മാർ പോലും ചോദിച്ചത്. അപ്പോൾ എല്ലാ കാലത്തും മലയാള സാഹിത്യത്തിൻ്റെ സഹജ സ്വഭാവമായിട്ട് ഒരു മുഖ്യ ചിന്താധാരയായിട്ട് ഈ വിധത്തിലുള്ള ഒരു അപകർഷതാബോധം നിലനിന്നിരുന്നു. ഇത് നമ്മളുടെ ഭാഷ, നമ്മുടെ സാഹിത്യകൃതി, ഇത് വായിക്കൂ, ഇത് എന്ന നിലയിൽ ലോകത്തോട് വിളിച്ചു പറയാനോ നമ്മുടെ ഭാഷയിലുണ്ടാകുന്ന ശ്രേഷ്ഠ കൃതികളെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനോ എന്തുകൊണ്ടോ നമുക്ക് കഴിയാതെ പോകുന്നു. അങ്ങനെ കഴിയാതെ പോയതുകൊണ്ട് മാത്രം ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരാതെ പോയ കൃതികളാണ് ഈ യക്ഷി പോലെയുള്ള കൃതികൾ, ജന്മഗജയെ പോലെയുള്ള കൃതികൾ. യക്ഷിയുടെ കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഭാഷാപരമായി നമുക്കുള്ള ഈ അപകർഷതാബോധവുമായി ചേർത്ത് വെച്ച് പറയട്ടെ. നമ്മളോട് ആരെങ്കിലും ഒരാൾ എക്സിസ്റ്റൻഷ്യലിസത്തെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? എക്സിസ്റ്റൻഷ്യലിസം എന്ന് കേൾക്കുന്ന മാത്രയിൽ തന്നെ നമ്മളുടെ മനസ്സിൽ ഒരു പേരേ വരൂ, അത് സാർത്രിൻ്റെ പേരാണ്. സാർത്രുമായി ബന്ധപ്പെടുത്തിയല്ലാതെ, അല്ലെങ്കിൽ സാർത്രിൻ്റെ സംഭാവനയായിട്ടല്ലാതെ, ഫ്രഞ്ച് സാഹിത്യത്തിൻ്റെ സംഭാവനയായിട്ടല്ലാതെ എക്സിസ്റ്റൻഷ്യലിസത്തെ നമുക്ക് കാണാനായി കഴിയുന്നില്ല. എന്നാൽ ഈ സാർത്രിനൊക്കെ എത്രയോ മുമ്പ് ശങ്കരാചാര്യരെ പോലെ ഒരാൾ നളിനി ദളഗത ജലമതി തരളം തദ്വൽജീവിതം അതിശയ ചപലം എന്ന് പറഞ്ഞിരുന്നു എന്നുള്ളത് നമുക്കെന്താ ഓർക്കാൻ കഴിയാതെ വരുന്നത്? താമര ഇതളിൽ വീണ വെള്ളത്തുള്ളി പോലെ ചഞ്ചലമാണ് നിന്റെ ഈ ജീവിതം എന്ന് പറയുന്നതിനെ കടന്നു നിൽക്കുന്ന ഒരു എക്സിസ്റ്റൻഷ്യലിസം ഉണ്ടോ? ഒരു അസ്തിത്വവാദമുണ്ടോ? അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഈ അസ്തിത്വവാദം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു എന്നത് ലോകത്തോട് പറയുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. വളരെ ദുഃഖകരമായ കാര്യമാണ്. അതേപോലെ മാജിക്കൽ റിയലിസം എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ഏത് പേരാ വരിക? മാർക്വേസിൻ്റെ പേരേ വരും, വേറൊരാളുടെ പേരും വരില്ല. മാർക്വേസുമായി ബന്ധപ്പെടുത്തി അല്ലാതെ നമുക്ക് മാജിക്കൽ റിയലിസത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. എന്നാൽ ഈ മാജിക്കൽ റിയലിസം, അതിൻ്റെ സൈക്കഡലിക് അനുഭൂതികൾ, അതിൻ്റെ വിഭ്രാമകമായിട്ടുള്ള അനുഭവ ചക്രവാളങ്ങൾ തുറന്നു തരുന്നതല്ലേ ഈ യക്ഷി? നമുക്ക് എന്തുകൊണ്ടാണ് യക്ഷി, മാജിക്കൽ റിയലിസം എന്നൊരു സമവാക്യം ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നത്? അതിനൊരു കാരണമേ ഉള്ളൂ. ഈ സഹജമായ മലയാളിക്ക് കുടഞ്ഞെറിയാൻ കഴിയാത്ത വിധത്തിലുള്ള അവൻ്റെ മനസ്സിനെ എങ്ങനെ കെട്ടിപ്പുണർന്നു നിൽക്കുന്ന ഈ അപകർഷതാബോധം. ഈ അപകർഷതാബോധം കുടഞ്ഞെറിഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ കൊച്ചു കേരളം എന്ന് പറഞ്ഞ് പിൻവാങ്ങി നിൽക്കുന്ന ഈ രീതി ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ മഹത്തായ കേരളം എന്ന് ലോകത്തോട് പറയണം. ബ്രിട്ടീഷുകാർ അവർ ഗ്രേറ്റ് ബ്രിട്ടൻ എന്നല്ലേ പറയുക. അതേപോലെ നമ്മളുടെ മഹത്തായ കേരളമെന്നും നമ്മുടെ മഹത്തായ ഭാഷയെന്നും നമ്മുടെ കൊച്ചു ഭാഷ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത്. നമ്മളുടെ മഹത്തായ ഭാഷയെന്നും നമ്മുടെ ഭാഷയിൽ ഉണ്ടായിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള സാഹിത്യകൃതി എന്നും ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയും. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. മലയാറ്റൂരിനെ പോലെ ഒരാൾ
ഇംഗ്ലീഷ് ഭാഷയെ വളരെ നന്നായിട്ട് ഏതാണ്ട് മാതൃഭാഷയ്ക്ക് സമാനമായ വിധത്തിൽ തന്നെ എഴുതാൻ കഴിഞ്ഞിരുന്ന മലയാറ്റൂരിന് എന്തുകൊണ്ടായി ഇംഗ്ലീഷിൽ എഴുതാൻ തോന്നാതിരുന്നത്? ഈ കൃതികളൊക്കെ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് എഴുതാമായിരുന്നില്ല? ബ്രിഗേഡിയർ കഥകളൊക്കെ ഇംഗ്ലീഷ് എഴുതിയിരുന്നെങ്കിൽ എത്ര ഗംഭീരമായിട്ട് വായിക്കപ്പെടുമായിരുന്നു ലോകത്താകെ. എന്തുകൊണ്ടാണ് എഴുതാതിരുന്നത്? ഞാൻ ഈ പറഞ്ഞ വിധത്തിലുള്ള തിങ്ക് ബിഗ് എന്നൊരു ചിന്ത നമുക്കില്ല. ഒന്ന് ഉറക്കെ ചിന്തിക്കുക, വളരെ വിശാലമായി ചിന്തിക്കുക, ആ ഒരു ചിന്ത മലയാളിക്കില്ല. ആ തിങ്ക് ബിഗ് എന്നതിലേക്ക് മലയാളി കടന്നു പോകണം. അങ്ങനെ കടന്നു പോകണമെങ്കിലോ ഈ അപകർഷതാബോധത്തെ കുടഞ്ഞെറിയണം. അങ്ങനെ അപകർഷതാബോധത്തെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് എൻമകനെ പോലെയുള്ള ശ്രേഷ്ഠമായ കൃതികൾ, യക്ഷി പോലെയുള്ള ശ്രേഷ്ഠമായ കൃതികൾ, അതേപോലെ വേരുകൾ പോലെ ഉള്ള കൃതികൾ, ഒരു സങ്കീർത്തനം പോലെയുള്ള കൃതികൾ ഒക്കെ നമുക്കുണ്ട് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് കഴിയണം. അതിന് കഴിയുന്ന കാലത്ത് മാത്രമേ മലയാളത്തിന് ലോക സാഹിത്യ രംഗത്ത് അർഹതപ്പെട്ട രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കുകയുള്ളൂ. ഈ അർഹതപ്പെട്ട രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കുന്നില്ല എങ്കിലോ ഏത് പുരസ്കാരമാണോ ആ വിധത്തിൽ നിഷേധിക്കപ്പെടുന്നത്, ആ പുരസ്കാരത്തിനപ്പുറത്തേക്ക് ഈ സാഹിത്യ കൃതി വളരും. എൻമകജ എന്ന കൃതിക്ക് അർഹതപ്പെട്ട പുരസ്കാരങ്ങൾ പലതും ലഭിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. അതായത് നമ്മളുടെ ജീവിതത്തിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിയാലിറ്റീസ്. ഇപ്പോൾ സാഹിത്യകൃതികളൊക്കെ പൊതുവെ ചെയ്യുന്നത് എന്താ? വളരെ വർണ്ണപ്പൊലിമയാർന്ന വിഭ്രാമകമായ സ്പെക്ടാക്കുലർ എന്ന് ഇംഗ്ലീഷിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ളൊരു കെട്ടുകാഴ്ച, വർണ്ണക്കെട്ടുകാഴ്ച അവതരിപ്പിക്കുന്നു. അത്തരം കൃതികൾ അംഗീകരിക്കപ്പെടുന്നു. അതല്ലെങ്കിൽ ഈ മണ്ണിലോ മനസ്സിലോ വേരുകളില്ലാത്ത തരത്തിലുള്ള ഒരുതരം അസംബ്ലിങ്ങിൻ്റെതായ സാഹിത്യം, അതായത് കുറച്ച് അവിടെ നിന്നെടുക്കും, കുറച്ച് ഇവിടെ നിന്നെടുക്കും, കുറച്ച് സ്ഥലനാമ ചരിത്രത്തിൽ നിന്നെടുക്കും, കുറച്ച് ഇൻ്റർനെറ്റിൽ നിന്നെടുക്കും, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു അസംബ്ലിങ്ങായി നമ്മുടെ നോവൽ മാറിപ്പോയ കാലത്ത് ഈ മണ്ണിൽ വേരുകളുള്ള, ഈ മനസ്സിൽ വേരുകളുള്ള കൃതികളാണ് എൻമകജെ അടക്കമുള്ളവ, അംബികാസുധൻ മങ്ങാട് എഴുതുന്ന കൃതികൾ. അത്തരം കൃതികൾ, ആ കൃതികളുടെ ഒരു നമ്മുടെ ഹൃദയത്തോടത് ചേർന്ന് നിൽക്കുന്നു, നമ്മുടെ മനസ്സിനോടത് ചേർന്ന് നിൽക്കുന്നു. ഇത്തരം കൃതികളുടെ ശ്രേഷ്ഠത ഇത് ഏത് തരത്തിലുള്ളതാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു പുരസ്കാരം, അർഹതപ്പെട്ട പുരസ്കാരം ഒരു കൃതിക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ മറ്റു കാര്യം പറയാം. ഒരു പുരസ്കാരം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു കൃതി അനശ്വരമോ ശ്രേഷ്ഠമോ ഒന്നും ആകുന്നില്ല. ഏതെങ്കിലും ഒരു പുരസ്കാരം ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും കൃതി അധമമായി പോകുന്നുമില്ല. പക്ഷേ ശ്രേഷ്ഠമായ ഒരു കൃതിക്ക് അർഹതപ്പെട്ട രീതിയിലുള്ള ഒരു പുരസ്കാരം നിഷേധിക്കപ്പെടുകയാണ് എങ്കിൽ ആ കൃതി ആ പുരസ്കാരത്തെക്കാൾ വലിയ തലങ്ങളിലേക്ക് വളരും. ഏത് എഴുത്തുകാരനാണോ അർഹതപ്പെട്ട ആ പുരസ്കാരം ലഭിക്കാതെ പോകുന്നത്, ആ എഴുത്തുകാരൻ ഈ പുരസ്കാര ജേതാക്കളുടെ വലിപ്പത്തെക്കാളും കടന്ന് ഉയർന്ന് വളർന്ന് അങ്ങനെ നിൽക്കും. അങ്ങനെ പുരസ്കാരങ്ങളെ കടന്നു നിൽക്കുന്ന കൃതികൾ, പുരസ്കാരങ്ങളെ കടന്നു നിൽക്കുന്ന, പുരസ്കാര ജേതാക്കളെ കടന്നു നിൽക്കുന്ന എഴുത്തുകാർ എല്ലാ ഭാഷകളിലുമുണ്ട്. മലയാളത്തിൽ ആ നിരയിൽപ്പെടുന്ന വലിയ ഒരു മനുഷ്യനാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ. ആ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ നാമധേയത്തിലുള്ള പുരസ്കാരം ഏതാണ്ട് അതേ വഴിയിൽ തന്നെ സഞ്ചരിക്കുന്ന അംബികാസുധൻ മാങ്ങാടിൽ ലഭിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പുരസ്കാര സമർപ്പണത്തിൽ ഒരു സവിശേഷമായ ഒരു ചാരുതയുണ്ട്. ആ ചാരുതയുടെ ഒരു ഔചിത്യ ദീപ്തിയുടെ തെളിച്ചമുണ്ട് എന്ന് പറയുന്നത്. അംബികാസുധൻ മാങ്ങാട് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, എഴുത്തിൻ്റെ 50 വർഷം കടന്നു നിൽക്കുന്ന ഘട്ടമാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു എഴുത്തിൻ്റെതായ, ഭാവനയുടേതായ, കാൽപ്പനികതയുടേതായ ഒരു സ്പാർക്കൊക്കെ മനസ്സിൽ വരാം. പക്ഷെ ആ സ്പാർക്കിനെ, ആ കനൽപ്പൊരിയെ മനസ്സിൻ്റെ ചെപ്പിൽ സൂക്ഷിച്ചൊരു ജ്വാലയാക്കി വളർത്തിയെടുക്കണമെങ്കിലോ അതിന് നിസ്തന്ത്രമായ സമർപ്പണത്തിൻ്റെതായ ഒരു ജീവിതമുണ്ടാവണം. അങ്ങനെ എഴുത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമുണ്ടായതുകൊണ്ടാണ് ഈ 5 പതിറ്റാണ്ട് തുടർച്ചയായി അദ്ദേഹത്തിന് ഇങ്ങനെ എഴുതിപ്പോരാൻ കഴിഞ്ഞത്. അങ്ങനെ എഴുതിക്കൊണ്ട് മലയാളിയുടെ വ്യക്തി ജീവിതത്തിൻ്റെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും ഒപ്പം അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ കഴിഞ്ഞത് തീർച്ചയായും ഈ ഒരു വലിയൊരു ഫാക്കൽറ്റി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ എൻമകജെ പോലുള്ളൊരു കൃതി നമുക്കറിയാം, നമ്മളെ പൊള്ളിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്.
എൻഡോസൾഫാൻ്റെ ദുരന്തം എങ്ങനെ തലമുറകൾക്ക് ശേഷം തലമുറകളുടെ എങ്ങനെ കടന്നു പോവുകയാണ്. ഇത് എത്ര കാലം നിൽക്കും എന്നൊന്നും പറയാൻ വയ്യ. ആ ഒരു എൻഡോസൾഫാൻ്റെ ഏജൻ്റായി അധികാരവും അധികാര ശ്രേണിയിലുള്ളവരും മാറുന്ന ഒരു ഘട്ടത്തിലെ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിയാലിറ്റീസാണ് അതിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഈ സസ്യപ്രകൃതി, ജീവപ്രകൃതി ആകെ തന്നെ വളരെ നിഷ്ഠുരമായ വിധത്തിൽ ഞെരിച്ചമർത്തപ്പെടുന്നതിൻ്റെ, ജൈവികത തന്നെ ഇല്ലാതായിത്തീരുന്നതിൻ്റെ ഒരു ദാരുണ ദൃശ്യം നമുക്കതിൽ നിന്നറിയാം. ഈ മൂലധനത്തിൻ്റെ സഞ്ചാരത്തെക്കുറിച്ച് പറയും. നേഷൻ സ്റ്റേറ്റ്സിൻ്റെ അതിർവരമ്പുകളെ അതിലംഘിച്ചുകൊണ്ട് മൂലധനം സഞ്ചരിക്കുമ്പോൾ ആ മൂലധനത്തോടൊപ്പം സഞ്ചരിച്ച് കടന്നു വരുന്നത് ഒരു പ്രത്യയശാസ്ത്രം കൂടിയാണ്. ആ പ്രത്യയശാസ്ത്രം ആദ്യം ചെയ്യുന്നത്, നമ്മൾ പലപ്പോഴും നേഷൻ സ്റ്റേറ്റ്സിൻ്റെ അതിർവരമ്പുകളെ അതിലംഘിച്ച് സൈന്യം കടന്നു വന്നാൽ മാത്രമേ നമ്മൾ കാണൂ. പക്ഷേ സംസ്കാരം കടന്നു വന്നാൽ, അധിനിവേശത്തിൻ്റെ ഒരു സംസ്കാരം കടന്നു വന്നാൽ നമ്മൾ പലപ്പോഴും അത് കാണാതെ പോകും. അങ്ങനെ കടന്നു വരുന്നത് കാണാതെ പോയാൽ എന്താ സംഭവിക്കുക? സാംസ്കാരികമായി നമ്മൾ വിധേയരായി പോവുകയാണ്. സാംസ്കാരികമായി അധിനിവേശ ശക്തിക്ക് വിധേയമാകുന്ന മനസ്സോടുകൂടിയ ഒരു രാഷ്ട്രമുണ്ടെങ്കിൽ ആ രാഷ്ട്രവും ആ ജനതയും ഏത് നിമിഷത്തിൽ വേണമെങ്കിലും ഈ അധിനിവേശ ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങും. അതായത് സാംസ്കാരികമായി കീഴ്പ്പെടുന്ന ഒരു ജനതയെ സൈനികമായോ സാമ്പത്തികമായോ കീഴ്പ്പെടുത്താൻ ഒരു അധിനിവേശ ശക്തിക്കും വിഷമമില്ല. അങ്ങനെയുള്ള അടിമത്തത്തിലേക്ക് കടന്നു പോകുന്നതിൻ്റെ ആദ്യപടിയാണ് മാനസികമായ അടിമത്തം. ആ വിധത്തിലുള്ള മാനസികമായ അടിമത്തത്തിനെതിരെ ഒരു ജനതയുടെ മനസ്സാക്ഷിയെ ഉണർത്തുന്ന നിർഭയമായ ഒരു മനസ്സ് നമ്മുടെ ജനതയ്ക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന, ഉയർന്നു നിൽക്കുന്ന ഒരു ശിരസ് നമുക്കുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ സൈക്കുമായിട്ട് താതാത്മ്യം പ്രാപിച്ച ഒരു മനസ്സുള്ള എഴുത്തുകാരന് മാത്രമേ ജന്മകലെ പോലെയുള്ള ഒരു കൃതി എഴുതാൻ കഴിയൂ. അതേപോലെയാണ് അദ്ദേഹത്തിൻ്റെ പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാ കൃതികളും. ഈ അലോഹൽ എന്ന് പറയുന്ന ഈ പുതിയ കൃതി, അദ്ദേഹത്തിൻ്റെ ഈ പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള കൃതി, ഏതാണ്ട് തഥാഗത സ്മൃതി മുതൽ ഇങ്ങോട്ട് ഗോത്ര വർഗ സ്മൃതികൾ വരെ നമ്മുടെ മനസ്സിൽ ഉണർത്തുന്നതും, നമ്മളെ ഈ പ്രാർത്ഥന സംസ്കാരത്തിലൂടെ നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി, നമ്മുടെ ഒരു സ്വത്വം, സാംസ്കാരിക സ്വത്വം എന്താണ് എന്നതിനെ കുറിച്ച് നമ്മളെ തന്നെ ഒരു ബോധത്തിലേക്ക് നയിക്കുന്നതുമായിട്ടുള്ള ഒരു കൃതിയാണ്. ഒരു ദുഷ്ടകഥാപാത്രത്തെ, ആ ദുഷ്ടതയെല്ലാം കുടഞ്ഞെറിഞ്ഞ് ഒരു സൽക്കഥാപാത്രമാക്കി തീർക്കുക. ഒരേ സമയം തന്നെ ഒരു റീകൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, ഡീകൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. സാഹിത്യകൃതികൾ പൊതുവിൽ ഡീകൺസ്ട്രക്ഷനിൽ വരെ മാത്രം എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആ ഡീകൺസ്ട്രക്ഷനെ, അതായത് മിത്തിൻ്റെ ഡീകൺസ്ട്രക്ഷൻ, ആ മിത്തിൻ്റെ ഡീകൺസ്ട്രക്ഷന് ശേഷം ഒരു റീകൺസ്ട്രക്ഷൻ കൂടി, ഒരു ദുഷ്ടകഥാപാത്രത്തിൻ്റെ ഒരു മെറ്റമോർഫോസിസ് സംഭവിക്കുന്നു. സൽക്കഥാപാത്രം എന്ന നിലയിലുള്ള ഒരു രൂപഭാവ പരിണാമം സംഭവിക്കുന്നു. ഈ വിധത്തിലുള്ള ഒരു പരിണാമം ഒരു കഥാപാത്രത്തിൽ വരുത്തണമെങ്കിൽ പൊതുവെ നമ്മൾ പറയാറുണ്ട്, ഈ എഴുത്തുകാരൻ്റെ കടമയെന്ന് പറയുന്നത് ശില്പിയുടെ കടമയ്ക്ക് തുല്യമാണ്. ശില്പി എന്താ ചെയ്യുക? ശിലയ്ക്കുള്ളിൽ ഒരു ശില്പം ഒളിഞ്ഞിരിക്കുകയാണ്. ശിലയിലെ അനാവശ്യമായ ഭാഗങ്ങളെല്ലാം തട്ടിക്കുളഞ്ഞ് എന്നിട്ട് ഈ ശില്പത്തെ കണ്ടെത്തുകയാണെന്ന് പറയും. അത് ഡീകൺസ്ട്രക്ഷൻ കൊണ്ട് മാത്രമായില്ല, ഈ ഒരു റീകൺസ്ട്രക്ഷൻ്റെതായ ക്രിയേറ്റിവിറ്റിയുടേതായ ഒരു എലിമെൻ്റ് കൂടി വേണം. ആ വിധത്തിൽ ഉള്ള ഈ അപനിർമ്മാണത്തിന് ഒപ്പമുള്ള ഈ ക്രിയാത്മകമായ നിർമ്മാണത്തെ കൂടി ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള ഒരു രചനാ രീതി ശ്രീ അംബികാസുധൻ മാങ്ങാടിൻ്റെ രചനകളിൽ ആകെ പ്രതിഫലിച്ച് കാണാൻ നമുക്ക് കഴിയുന്നു. ആ തരത്തിലുള്ള ധാരാളം കൃതികൾ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികൾ, വാലില്ല കിണ്ടിയുണ്ട്, സാധാരണ വേഷങ്ങൾ, കൊമേഴ്ഷ്യൽ ബ്രേക്ക്, ഉദയനൻ്റെ വാൾ, പൊള്ളിയ ഒരു വിരൽ, രാത്രി മുതൽ രാത്രി വരെ, അതുപോലെയുള്ള നിരവധി കഥകൾ, നോവലുകൾ, ഇതൊക്കെ നമ്മളുടെ മുമ്പിലുണ്ട്. അതിലെല്ലാം അദ്ദേഹത്തിൻ്റെ സമാനതയില്ലാത്ത സർഗാത്മക ചൈതന്യത്തിൻ്റെ പ്രകാശം പ്രസരിച്ച് നിൽക്കുന്നു എന്നത് എൻ്റെ അനുഭവമാണ്. നമ്മുടെ വായനയുടെ ഏതൊക്കെയോ ഘട്ടത്തിൽ നമ്മളുടെ മനസ്സ് നമ്മളെ പോലും വിസ്മരിച്ചുകൊണ്ട് അതിലെ കഥാപാത്രങ്ങളായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ആഗോളവൽക്കരണത്തിൻ്റെതായ കാലത്ത് ഈ മാനവികതയ്ക്ക് വേണ്ടി സംസാരിക്കുക, മനുഷ്യാവസ്ഥയ്ക്ക് വേണ്ടി സംസാരിക്കുക, പല വിധത്തിലും പലതും രൂപം മാറി വരുന്ന ഒരു ഘട്ടമാണിത്. ഭക്തിയുടെ രൂപത്തിൽ വർഗീയത കടന്നു വരും. അതേപോലെ സ്വാതന്ത്ര്യത്തിൻ്റെ രൂപത്തിൽ സാമ്രാജ്യത്വം കടന്നു വരും. ജനാധിപത്യത്തിൻ്റെ രൂപത്തിൽ ഏകാധിപത്യം കടന്നു വരും. ഇങ്ങനെ ഉള്ള ഡിസെപ്റ്റീവ് എന്ന് പറയാവുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ, ഒരു കാലം നിലനിൽക്കുമ്പോൾ,
ആ കാലഘട്ടത്തിൽ ആ ഡിസപ്റ്റീവായിട്ടുള്ള അവസ്ഥക്കെതിരെ നമ്മുടെ മനസ്സിനെ ഉണർത്തുന്ന തരത്തിലുള്ള സർഗാത്മകമായ ഇടപെടൽ നടത്തുന്ന ഈ സാഹിത്യകാരന് ശ്രീ അംബികാസുധൻ മങ്ങാടിന് ഈ പുരസ്കാരം ലഭിക്കുന്നു എന്നതിൽ എനിക്കുള്ള സന്തോഷം ചെറുതല്ല. മലയാളത്തിൻ്റെ മഹാസാഹിത്യകാരനായ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ നാമധേയത്തിലുള്ള ഈ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്ന ഈ സായാഹ്നത്തിൽ ഇതിന് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യതകളിൽ ഒന്നുകൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അംബികാസുധൻ മങ്ങാടിനെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൃതിക്ക് കൂടുതൽ വായനാ സമൂഹം ഉണ്ടാകട്ടെ, കൂടുതൽ ഉയർന്ന സ്വീകാര്യത ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ മലയാറ്റൂരിൻ്റെ പൊന്നി എന്ന നോവലിനെ ആധാരമാക്കി നടത്തിയ സാഹിത്യ മത്സരത്തിലെ വിജയികളായ ഡോക്ടർ അനിൽകുമാർ KS, ഡോക്ടർ അജയ് നാരായൺ, ശ്രീമതി ബിന്ദു TG എന്നിവരെയൊക്കെ ഞാൻ എൻ്റെ സന്തോഷവും അഭിനന്ദനവും അറിയിക്കുകയാണ്. നമ്മുടെ സാഹിത്യരംഗത്തെ ശ്രദ്ധേയ നക്ഷത്രങ്ങളായി ഇവരൊക്കെ മാറി വരട്ടെ എന്നും ശ്രദ്ധേയ നക്ഷത്രമായി നിൽക്കുന്ന ശ്രീ അംബികാസുധൻ മങ്ങാടിൻ്റെ ദീപ്തി സൂര്യസന്നിഭമായി വരും കാലത്ത് കൂടുതൽ ഉയർന്നു തിളങ്ങട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. മലയാറ്റൂർ ഫൗണ്ടേഷൻ ഭരണസമിതി അംഗം ശ്രീ ജോൺ തോമസ് പ്രശസ്തി പത്രം വായിച്ചു. അല്ലോഹലൻ എന്ന നോവലിൻ്റെ രചയിതാവ് ശ്രീ അംബികാസുധൻ മാങ്ങാടിന് ശ്രീ പെരുമ്പടവം ശ്രീധരൻ അവാർഡ് സമ്മാനിച്ചു. 25,000 രൂപയും പ്രശസ്ത ചിത്രകാരൻ ശ്രീ കൃഷ്ണൻ കല്ലാർ രൂപകൽപ്പന ചെയ്ത് പ്രശസ്ത ശില്പി ശ്രീ വിജയൻ പെരിങ്ങോട് നിർമ്മിച്ച വെങ്കല ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. നാലാമത് മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡിൻ്റെ ജൂറി അംഗമായ ഡോക്ടർ ആശ നജീബ് അവാർഡിനർഹമായ ശ്രീ അംബികാസുധൻ മാങ്ങാടി രചിച്ച അല്ലോഹലൻ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തി. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള എഴുത്തുകാരനോടൊപ്പം അതോടൊപ്പം കരങ്ങളിൽ ദൈവത്തിൻ്റെ സ്പർശമുള്ള ശ്രീ അംബികാസുധൻ മാങ്ങാട് പ്രഭാവർമ്മ നമ്മുടെ ചലച്ചിത്ര അക്കാദമിയിൽ ചേർന്ന എഴുത്തുകാരനാണ്. അതോടൊപ്പം മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികൾ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ഏറെ പ്രിയപ്പെട്ടവർ, മലയാളത്തിൻ്റെ ഏറെ പ്രിയ സാഹിത്യ നായകൻ ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ആരാധകരും ചേർന്ന് രൂപീകരിച്ച മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ എക്കാലവും ഏറെ ശ്രദ്ധേയമാണ്. അത്തരത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ ഓരോ വർഷവും നൽകുന്ന അവാർഡുകൾ. 2020-നും 2024-നും ഇടയിൽ ആദ്യ പതിപ്പായി പ്രസിദ്ധീകരിച്ച കൃതികളാണ് അവാർഡിനായിട്ട് പരിഗണിച്ചിരുന്നത്. 2025-ലെ മലയാറ്റൂർ അവാർഡിനായി എത്തിയ 73 നോവലുകളിൽ നിന്നും പ്രാഥമിക തിരഞ്ഞെടുപ്പിൽ 73 നോവലുകളിൽ നല്ല നോവലുകളാണ്. അതിൽ നിന്നും പ്രാഥമിക തിരഞ്ഞെടുപ്പിൽ മികച്ച 7 നോവലുകൾ, അതിൽ നിന്ന് നമുക്ക് ഒരു നോവലല്ലേ എടുക്കാൻ പറ്റൂ, അതിലേറെ മികച്ച അല്ലോഹലൻ എന്ന ശ്രീ അംബികാസുധൻ മാങ്ങാടിൻ്റെ നോവൽ. ജൂറി ചെയർമാനായിരുന്നത് ശ്രീമതി ചന്ദ്രമതി ടീച്ചറായിരുന്നു. അതോടൊപ്പം ജൂറി അംഗങ്ങളായ TK സന്തോഷ് കുമാർ സാർ, ഞാനും ഉണ്ടായിരുന്നു. ഈ 3 പേരും സത്യത്തിൽ ഒരേ അഭിപ്രായത്തിൽ എത്തിയ നോവലാണ് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനും എഴുത്തുകാരനുമായ ശ്രീ അംബികാസുധൻ മാങ്ങാടിൻ്റെ അല്ലോഹലൻ എന്ന നോവൽ. സാധാരണ രീതിയിൽ ഒരു അവാർഡ് നിർണയത്തിനായിട്ടൊക്കെ വരുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ നോവലുകളിൽ ഉണ്ടാവുക സാധാരണമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ജൂറി അംഗങ്ങളിൽ ഒരാൾക്ക് പോലും ഒരല്പം പോലും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്ത ഒരു നോവൽ എന്ന ഖ്യാതി കൂടി ഈ നോവലിനുണ്ട്. നോവലിലേക്ക് പോകാം. ഈ അവാർഡിന് മാനദണ്ഡമാക്കിയ ചില ഘടകങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ചരിത്ര പുസ്തകങ്ങളിൽ യഥാർത്ഥത്തിൽ രേഖപ്പെടുത്തേണ്ടതും എന്നാൽ രേഖപ്പെടുത്താതെ പോയതുമായ അല്ലോഹലൻ എന്ന അത്ഭുത കഥ തെയ്യത്തിന്റെ തോറ്റത്തിൽ നിന്നാണ് നോവലിസ്റ്റ് കണ്ടെടുക്കുന്നത്. സാമൂതിരിയും കോലത്തിരിയും തമ്മിലുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും നീലേശ്വരൻ രാജവംശത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചും തെയ്യങ്ങൾ പാടുന്ന സ്വരൂപാചാരം എന്ന തോറ്റത്തിലാണ് അല്ലോഹലിനെ കുറിച്ചുള്ള കഥയുള്ളത്.
ഇത് കൂടാതെ കാഞ്ഞങ്ങാട് പ്രദേശത്തെ നാട്ടുമൊഴികളിലും ചില തെയ്യം പുസ്തകങ്ങളിലുമൊക്കെ ഈ കഥ പ്രതിപാദിച്ചിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ കോലത്തിരിയുടെ സാമന്തന്മാരായ അല്ലടം മുക്കാത്തം എന്ന നാട് വാണിരുന്ന അല്ലോഹലനും മനോഹലനും ഉൾപ്പെടുന്ന 8 കുടക്കീഴിൽ പ്രഭുക്കന്മാരുടെ കഥ. കഥയുടെ മൊഴികളിൽ ദുഷ്ടകഥാപാത്രം എന്ന രീതിയിൽ ആവിഷ്കരിച്ചിട്ടുള്ള അല്ലോഹലന്റെ ജീവചരിത്രത്തിന് ഒരു ബദൽ ചരിത്രം സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ നോവലിസ്റ്റ് ചെയ്തത്. ദുഷ്ടനായ അല്ലോഹലിനെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റി നന്മ നിറഞ്ഞവനായും ധീരനായും നായക സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യമെന്ന് വായനക്കാരെ ജനിപ്പിക്കുകയും അല്ലോഹലൻ ദുഷ്ടനാണെന്ന പൊതുസമൂഹത്തിന്റെ ധാരണ തിരുത്തി കുറിക്കുകയുമാണ് ഈ നോവലിലൂടെ ചെയ്യുന്നത്. കെട്ടുകഥകളാൽ വ്യതിചലിക്കപ്പെട്ട കഥാതന്തുവിനെ പുനഃക്രമീകരിച്ച് ചരിത്രത്തെ ഭാവനയിലൂടെ പുനഃസൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ നോവലിസ്റ്റ് ഈ നോവലിലൂടെ ചെയ്തത്. ഉത്തര കേരളത്തിന്റെ ഇരുളടഞ്ഞ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുകയാണ് അല്ലോഹലൻ എന്ന നോവലിലൂടെ നോവലിസ്റ്റ്. ചരിത്രത്തിന്റെ വേരുകളിലാണ് മിത്തുകൾ പുഷ്പിച്ചു നിൽക്കുന്നതെന്ന് ഈ നോവലിന്റെ വായന ബോധ്യപ്പെടുത്തുന്നു. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അല്ലോഹലൻ എന്ന സാമന്ത രാജാവിന്റെ കഥ പറയുകയല്ല യഥാർത്ഥത്തിൽ നോവലിസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ സ്ഥൂല തലത്തിൽ ജാതി നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടുവെങ്കിലും സൂക്ഷ്മതലത്തിൽ ജാതി അതിന്റെ എല്ലാ ഭീകരതയോടും കൂടി അപകടകരമായ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ജാത്യാധികാരം വളർത്തിവിട്ട സവർണാധികാരത്തിന്റെ അതീശത്വ ബോധത്തിന്റെ ഭീകരത നോവലിൽ ഉടനീളം ദൃശ്യമാണ്. അധികാരത്തിന്റെ ദുഷ്ടതയോട് പടവെട്ടുന്ന പുലയ പെണ്ണിനെ അവതരിപ്പിച്ചുകൊണ്ടുള്ള നോവലിന്റെ തുടക്കം തന്നെ അതിന് ഉത്തമ ഉദാഹരണമാണ്. ആധിപത്യപരവും ചൂഷണപരവുമായ മുഖങ്ങൾക്കെതിരെ ശക്തമായി കലഹിച്ചു നിൽക്കുന്ന തെയ്യങ്ങളാണ് നോവലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അധികാരത്തിന്റെ ഏറ്റവും ഉന്നത നിലയിൽ നിന്നും ഏറെ താഴേക്കിറങ്ങി സാധാരണക്കാരിലേക്ക് അവരുടെ നോവും നൊമ്പരവും എല്ലാം തന്റേത് കൂടിയാണെന്ന തിരിച്ചറിവിലൂടെ മനുഷ്യരെല്ലാം ഒന്നാണെന്ന വിശാല സാമൂഹിക ബോധം കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ അല്ലോഹലൻ എന്ന കഥാപാത്ര സൃഷ്ടിയിലൂടെ നോവലിസ്റ്റ് ചെയ്തിരുന്നത്. സാധാരണ ചരിത്ര നോവലുകളിൽ കാണുന്ന അധികാരത്തിന്റെ മുകൾത്തട്ടിൽ നിന്ന് താഴേക്കുള്ള വീക്ഷണകോണിലൂടെയുള്ള രചനാതന്ത്രമല്ല അല്ലോഹലിൽ കാണപ്പെടുന്നത്. അധികാരത്തിന്റെ ഉന്നത തലങ്ങളിൽ വിരാജിക്കുമ്പോഴും താഴേക്കിടയിലേക്ക് ഇറങ്ങി വന്ന് പ്രകൃതിയുടെ കൂടെ, കീഴാളന്റെ കൂടെ, സ്ത്രീ ശക്തിയുടെ കൂടെ, ഇരകളുടെ കൂടെ അവരുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ആരാധ്യ പുരുഷൻ എന്ന നിലയിലാണ് അല്ലോഹലിൽ ഈ നോവലിൽ ചിത്രീകരിക്കുന്നത്. കഥാപാത്ര സൃഷ്ടിയിലൂടെ അസാധാരണ മികവ് ഈ നോവലിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ പാരിസ്ഥിതിക ആവിഷ്കാരത്തിന്റെ ശക്തമായ മാതൃകയാണ് അല്ലോഹലൻ എന്ന നോവൽ കാഴ്ചവെക്കുന്നത്. സമകാലിക പ്രശ്നങ്ങളെ സൂക്ഷ്മതയോടെയും പാരിസ്ഥിതിക ലാവണ്യ അനുഭവങ്ങളുടെ ഗൗരവം ചോരാതെയും ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു. പ്രകൃതി വൈവിധ്യങ്ങളുടെ സൂക്ഷ്മതകളെ ആവിഷ്കരിക്കുന്നതിനൊപ്പം തന്നെ പരിസ്ഥിതി ബോധത്തിന്റെ വ്യത്യസ്ത തലങ്ങളായ സോഷ്യലിസ്റ്റ് വീക്ഷണവും ഗഹന പരിസ്ഥിതിവാദവും ഒക്കെ ഇത്തരത്തിലുള്ള ആഴമേറിയ പാരിസ്ഥിതിക അവബോധ തലവും ഈ നോവൽ കാഴ്ചവെക്കുന്നുണ്ട്. നാനാജാതി മൃഗങ്ങളെ സഹവർത്തിത്വത്തിന്റെയും നന്മയുടെയും പ്രതീകമായി ഇതിൽ പലയിടത്തും ചിത്രീകരിച്ചിട്ടുണ്ട്. ബുദ്ധമത പ്രതിപാദ്യമായ അല്ലോഹലൻ ബുദ്ധമതത്തിന്റെ പ്രധാന സ്വഭാവങ്ങളായ കാരുണ്യത്തെയും സ്നേഹത്തെയും എടുത്തു കാട്ടുന്നു. മനുഷ്യത്വവും നന്മയും ദയയും എല്ലാ നോവലിൽ ഉടനീളം തുളുമ്പി നിൽക്കുന്നു. ഭാഷയുടെ സൗന്ദര്യത്തെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ശ്രദ്ധയും അച്ചടക്കവും പുലർത്തുന്ന ഒന്നാണ് ഈ നോവൽ. പ്രത്യേകിച്ചും 14-ാം നൂറ്റാണ്ടിലെ ഭാഷയുടെ അസാധാരണ സൗന്ദര്യം ഈ നോവലിൽ പ്രകടമായി കാണാവുന്നതാണ്. ഒരു നോവലിന്റെ അനിവാര്യ ഘടകം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പാരായണക്ഷമതയാണ്. ഓരോ അധ്യായം കഴിയുമ്പോഴും, ഓരോ അധ്യായത്തിന്റെ വായന കഴിയുമ്പോഴും അടുത്ത അധ്യായത്തിൽ എന്താണ് എന്ന് അറിയാനുള്ള ആകാംക്ഷ ഈ നോവലിന്റെ ഓരോ അധ്യായവും പുലർത്തുന്നുണ്ട്. ദുഷ്ട കഥാപാത്രം എന്നതിന് ഒരു ബദൽ ചരിത്രമുണ്ടാക്കി മലയാളത്തിൽ ഒരു വ്യത്യസ്ത രചനാതലം അവതരിപ്പിക്കുകയാണ് അംബികാസുധൻ മാങ്ങാട് ഈ നോവലിലൂടെ അക്ഷരാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. ഉത്തര കേരളത്തിലെ തെയ്യങ്ങൾ ഒരു കാലത്ത് ഇരയാക്കപ്പെട്ടവരുടെ, ചവിട്ടി അരയ്ക്കപ്പെട്ട മനുഷ്യരുടെ പുനർജന്മങ്ങളായിരുന്നു. ഇരയാക്കപ്പെട്ട, ചതിക്കപ്പെട്ട ദളിതരായ പുരുഷനോ സ്ത്രീയോ അവ അല്ലെങ്കിൽ അവരുടെ നിലവിളികൾ അവ പിന്നീട് തെയ്യങ്ങളായി പുനർജനിക്കുന്നത്. ഈ നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന പൊട്ടൻ തെയ്യമായാലും പൊന്നിയമ്മ തെയ്യമായാലും വലിയ ക്രൂരതകൾ ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ്. ജാതീയതയുടെ പേരിൽ കൊല ചെയ്യപ്പെട്ട തെയ്യങ്ങളുടെ മുൻകാല ചരിത്രത്തെ അപഗ്രഥിക്കുക കൂടിയാണ് ഈ നോവൽ ചെയ്യുന്നത്. ജാതി, സ്ത്രീ, പരിസ്ഥിതി തുടങ്ങിയ വിഷയങ്ങളുടെ അവതരണം
ചരിത്രത്തിൻ്റെ പുനരെഴുത്ത് എന്നിവ അല്ലോഹലിനെ മലയാള നോവൽ സാഹിത്യത്തിൽ ഒരു പുതിയ ചരിത്ര സങ്കല്പത്തിൻ്റെ വഴിത്തിരിവിലേക്ക് ആനയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എഴുത്തുകാരനും അല്ലോഹലിനും എല്ലാവിധ ആശംസകളും നേരുന്നു. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ പ്രേംകുമാർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇന്ന് മലയാറ്റൂരിൻ്റെ സ്മരണ ഇരമ്പുന്ന നിമിഷമാണ്. മലയാറ്റൂർ എന്ന് പറയുന്ന മലയാള സാഹിത്യത്തിലെ ഒരു മഹാവിസ്മയം എന്നതിലൊക്കെ അപ്പുറം അദ്ദേഹം വ്യാപരിക്കാത്ത മേഖലകളില്ല എന്നുള്ളതാണ്. അദ്ദേഹം മഹാനായ എഴുത്തുകാരൻ, നോവലിസ്റ്റ്, ഒപ്പം ചലച്ചിത്രകാരനായിരുന്നു. ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അതിന് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി. ചില ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം ഗാനരചയിതാവായിരുന്നു. അതൊക്കെ എത്ര പേർക്ക് മലയാളികൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ദേവരാജൻ മാഷ് അദ്ദേഹത്തിൻ്റെ ഗാനം ചുട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആരാധന അഴകെ എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൽ ഒരു സമയത്ത് വളരെ ഹിറ്റായിട്ടുള്ള പാട്ടാണ്. അദ്ദേഹം വ്യാപരിക്കാത്ത മേഖലകളില്ല എന്ന് ഞാൻ പറഞ്ഞത് ഒട്ടും അതിശയോക്തിയില്ല. അദ്ദേഹം ഒരു നിയമ പണ്ഡിതനായിരുന്നു. അദ്ദേഹം കുറേ കാലം ഒരു മജിസ്ട്രേറ്റായിട്ടും ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം നിയമ ബിരുദധാരിയായിരുന്നു. അദ്ദേഹം ഏറ്റവും മികച്ച ചിത്രകാരൻ, കാർട്ടൂണിസ്റ്റ്, മാധ്യമപ്രവർത്തകൻ. അദ്ദേഹം ശങ്കേഴ്സ് വീക്കിലിയിലൊക്കെ അദ്ദേഹം നിരന്തരം കാർട്ടൂണുകളൊക്കെ വരച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ബോംബെയിലായിരുന്നു. ഇങ്ങനെ നിരവധി മേഖലകളിൽ അദ്ദേഹം ജീവചരിത്രകാരനാണ്. സാഹിത്യത്തിൻ്റെ തന്നെ പല മേഖലകളിൽ അദ്ദേഹം വ്യാപരിച്ചിട്ടുണ്ട്. അതിലൊക്കെ പുറമെ അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ ഏറ്റവും ഒരു പരമോന്നതമായി IAS മേഖലയിൽ അദ്ദേഹം അങ്ങനെ ഒരു ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഇങ്ങനെ വിവിധങ്ങളായ അനുഭവങ്ങളുടെ തലത്തിൽ നിന്ന് ആർജിച്ച ആ ഒരു അറിവുകളും അനുഭവങ്ങളും അതാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലും അദ്ദേഹത്തിൻ്റെ സർഗ സാന്നിധ്യങ്ങളിലും എവിടെയും നമുക്കത് കാണാൻ പറ്റും. ആ രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ നേരത്തെ പ്രഭാവർമ്മ സാറ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിനൊന്നും ആ ഒരു അർഹിക്കുന്ന തരത്തിൽ ഉള്ള ഒരു അംഗീകാരമൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞത് വസ്തുതയാണ്. അത് നമ്മുടെ മലയാളത്തിലെ പല എഴുത്തുകാർക്കും ഉള്ള ഒരു ദുരവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഭാഷയിൽ, മലയാള ഭാഷയിലാണ് എഴുതിയത് കൊണ്ട് എന്നുള്ള അതിൻ്റെ ഒരു അപകർഷത മലയാളികൾക്ക് തന്നെ നമ്മുടെ ഭാഷയെക്കുറിച്ച് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് വസ്തുതയാണ്. ഇപ്പോൾ MT സാറിൻ്റെ വിയോഗം നടക്കുന്ന ആ സമയത്ത് ഞാൻ പറഞ്ഞു, അദ്ദേഹം മലയാള ഭാഷയിൽ എഴുതിയത് കൊണ്ടാണ് ഒരു പക്ഷേ നോബൽ പ്രൈസിന് അർഹനാകാതെ പോയി എന്ന് ഞാൻ പറഞ്ഞ പ്രസ്താവന അത് സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അതിൻ്റെ താഴെ മലയാളികൾ തന്നെ കൂട്ടത്തോടെ വന്ന് കമന്റ് ഇട്ടു, അത്രയൊക്കെ വേണോ, അങ്ങനെ പറയേണ്ടതുണ്ടോ, അതൊരു കുറച്ച് കൂടിപ്പോയി എന്നൊക്കെ പറയുന്ന മലയാളികൾ. എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മലയാളികൾ എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. നമുക്ക് മലയാള ഭാഷയെക്കുറിച്ചുള്ള അഭിമാനം തന്നെ മലയാളികൾക്ക് എത്രയുണ്ട്. മലയാളത്തിനൊരു ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയത് പോലും അടുത്ത കാലത്തിൻ്റെ. അതിന് പിന്നിൽ YV സാറിനെ പോലെയൊക്കെയുള്ള നിരവധി വ്യക്തിത്വങ്ങൾ, ജയകുമാർ സാറൊക്കെ ഇതിനു വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തിയിട്ടുണ്ടെന്നാണ്. പ്രഭാവർമ്മ സാറിൻ്റെയൊക്കെ വലിയ സംഭാവന അക്കാര്യത്തിൽ ഉണ്ടാകും. നമുക്കത് ഒരു ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അത് ഒരുപാട് മനുഷ്യർ സംസാരിക്കുന്ന ഒരു ഭാഷയായിരിക്കണം. അത് ഒരുപാട് ശ്രേഷ്ഠങ്ങളായ കൃതികൾ ആ ഭാഷയിൽ ഉണ്ടാകണം. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഒരുപാട് ദീർഘകാലത്തെ പാരമ്പര്യം ഈ ഭാഷയ്ക്ക് ഉണ്ടാകണം എന്നൊക്കെയുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ ഭാഷയ്ക്കുണ്ട്. ഒരുപക്ഷെ അതിലൊക്കെ അപ്പുറം ഉള്ള ശ്രേഷ്ഠത ഉള്ള ഒരു ഭാഷയാണ് മലയാള ഭാഷ. അപ്പോൾ നമ്മളത് വെറുതെ പറഞ്ഞാൽ പോലെ അത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് അവതരിപ്പിക്കാനും കഴിയണം. അത് അവതരിപ്പിക്കാൻ കഴിയാതെ പോയി എന്നൊക്കെയുള്ളതാണ് കുറച്ച് കാലതാമസം വന്നത്. പക്ഷെ പിന്നീട് കൃത്യമായ ഇടപെടലുകളൊക്കെ ഉണ്ടായപ്പോൾ നമുക്ക് ആ ഭാഷ പദവി കിട്ടി. പക്ഷെ എങ്കിൽ പോലും ഒരു ശ്രേഷ്ഠ ഭാഷയാണ് മലയാളം എന്ന രീതിയിൽ നമ്മളിപ്പോഴും അതിൽ അഭിമാനിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അങ്ങനെ ഒരു ചോദ്യം നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ശ്രേഷ്ഠങ്ങളായ എത്രയെത്ര കൃതികൾ, അത് മലയാളം MT സാറിന് ജ്ഞാനപീഠമൊക്കെ കിട്ടിയത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിലൊക്കെ അപ്പുറം ഒരു ലോക സാഹിത്യത്തിൻ്റെ തലത്തിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കാവുന്ന കൃതികളല്ലേ അവരുടെയൊക്കെ. ഇവിടെ ഇപ്പോൾ ഈ അംബികാസുധൻ മങ്ങാടിനെ കുറിച്ച് പറഞ്ഞു. മലയാളികൾ എത്ര പേർക്ക് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തിൻ്റെ മഹാത്മ്യം അറിയും എന്നുള്ളത് അതും ഒരു ചോദ്യമാണ്.
നമ്മുടെ ഈ വായനാശീലം കുറേയൊക്കെ കുറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും ഇന്നിപ്പോൾ മാറിയ കാലത്ത് മാറിയ സാങ്കേതിക വിദ്യകളുടെ പുതിയ തലങ്ങളിൽ ഇന്നിപ്പോൾ ഈ റീഡിംഗ് ഒക്കെ വളരെ സജീവമാണ്. നമ്മുടെ ചെറുപ്പക്കാരൊന്നും അങ്ങനെ തീർത്തും വായനയുടെ ലോകത്ത് നിന്നും മാറിയിട്ടില്ല. അവരൊക്കെ ഒരു പരിധിവരെ വീണ്ടും ഈ വായനയുടെ അത് പക്ഷെ മുമ്പ് എന്തും വായിക്കുന്ന ഒരു ശീലം മലയാളിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അതില്ല. ഇന്നിപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം വായിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ചുരുക്കി പോയിട്ടുണ്ട്. അവിടെയും വായന സജീവമായിട്ട് തന്നെ നിൽക്കുന്നു എന്നാണ് എൻ്റെ ഒരു വാദം. വായന തീർത്തും ഒരു അപ്രസക്തമാകുന്ന ഒന്നുമല്ല. പക്ഷേ തീർച്ചയായും നമ്മുടെ പുതിയ തലമുറയൊക്കെ ആ പുസ്തകങ്ങളുടെ വായനയിൽ എത്രത്തോളം ഇപ്പോൾ അഭിനമിക്കുന്നുണ്ട് എന്നത് മറ്റൊരു വിഷയമാണ്. മലയാറ്റൂരിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. മലയാറ്റൂരിൻ്റെ സർഗപരമായ ആ സംഭാവനകൾ വേണ്ടത്ര തരത്തിൽ മാനിക്കപ്പെട്ടിട്ടുണ്ടോ, അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് അതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ അത് ചിന്തിച്ചിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് മഹാസംഭാവനകൾ വിസ്മൃതിയിലായി പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ നോവലുകൾ, വേരുകൾ എന്ന് പറയുന്ന നോവല്, അതൊക്കെ ഒരു ഇപ്പോൾ എം ടിയുടെ ചില ഒരു സങ്കല്പമുണ്ട്. എം ടിയുടെ ഒരു കൺസെപ്റ്റ് അദ്ദേഹം അഭിനയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രാമ്യ വിശുദ്ധിയിൽ, ഗ്രാമത്തിൻ്റെ നന്മകളിൽ ഒക്കെയാണ്. അതുപോലെ വേരുകളിലും നമുക്ക് പറയാൻ പറ്റും അത് ഗ്രാമവും നഗരവും തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെ ഒരു അവസ്ഥ ഇതിനകത്തുണ്ട്. അതിനകത്ത് ആ നായക കഥാപാത്രം നഗരം വിട്ടിട്ട് തിരിച്ച് തൻ്റെ ഗ്രാമത്തിൽ തന്നെയാണ് തൻ്റെ അസ്തിത്വം എന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥ. എല്ലാ മനുഷ്യൻ്റെയും വേരുകൾ അത് ഓടുന്നത്, ആഴത്തിൽ ഓടിയിട്ടുള്ളത് അവൻ്റെ പരിസ്ഥിതികളിൽ, അവൻ്റെ ചുറ്റുപാടുകളിൽ, അവൻ ജീവിച്ച സാഹചര്യങ്ങളിൽ, അവൻ്റെ ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ നാടിൻ്റെ നന്മകളിലൊക്കെയാണ് എന്ന ഒരു ബോധ്യം. അത് തന്നെയാണ് വേരുകളിൽ മലയാറ്റൂർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന് സമാനമാണ് എം ടിയുടെ പല പ്രസ്താവനകളും. എം ടി പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ അഗാധമായ മഹാസമുദ്രങ്ങൾ, എനിക്ക് അജ്ഞാതമായ പലതും ഒളിച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന മഹാസമുദ്രങ്ങൾ, ആർത്തലച്ചു വരുന്ന മഹാസമുദ്രങ്ങളെക്കാൾ എനിക്കിഷ്ടം ഞാൻ അറിയുന്ന, എന്നെ അറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട നിളയാണ് എന്ന് പറയുന്ന എം ടിയുടെ പ്രസ്താവം. ഇതെല്ലാം നമുക്ക് ചേർത്ത് വെക്കാവുന്നതാണ്. ഇപ്പൊ അംബികാസുധൻ മാങ്ങാട് എഴുതുമ്പോഴും അദ്ദേഹത്തിന്റെ പരിസ്ഥിതിയെക്കുറിച്ച്, ആ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതിനെക്കുറിച്ച്, ആ പരിസ്ഥിതിക്കുണ്ടാകുന്ന ആഘാതങ്ങളെക്കുറിച്ച്, അവിടുത്തെ ജീവജാലങ്ങൾക്ക്, സസ്യജാലങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും മാരകമായ അവസ്ഥകളെക്കുറിച്ച്, എൻഡോസൾഫാന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതുന്നു. ഇതൊക്കെ ഈ എഴുത്തുകാരൻ്റെയൊക്കെ ഒരു മനസ്സിൽ, അവൻ്റെ ഉള്ളിൽ ഈ പ്രകൃതിയോട്, പ്രപഞ്ചത്തോട്, താൻ ജീവിക്കുന്ന നാടിനോട്, അതിൻ്റെ നന്മകളോടൊക്കെ ഉള്ളൊരു വലിയ ആഭിമുഖ്യമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഈ എഴുത്തുകളിലൂടെയൊക്കെ പ്രതിഫലിക്കുന്നത്. അതുതന്നെയാണ് ഹൃദയത്തിൽ കയ്യൊപ്പുള്ള നമ്മുടെ പ്രിയപ്പെട്ട പെരുമ്പടവും. അദ്ദേഹം എഴുതുമ്പോൾ അതിലും എല്ലാം ഇത്തരം നന്മകൾ അതിങ്ങനെ വരികയാണ്. അപ്പോൾ ഇവരെല്ലാം നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ സമ്പത്താണ്. അത് ഈ മഹാസാഹിത്യകാരന്മാർ, അവരുടെ ആ ഒരു കുലം തന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഈടുവയ്പ്പാണ് അത് സാഹിത്യത്തിന് മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതം രൂപപ്പെടുത്തുന്നതിൽ, ജീവിതക്രമങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ, നമ്മുടെ ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ, നമ്മുടെ സ്വഭാവം നിർണ്ണയിക്കുന്നതിലൊക്കെ ഈ മഹാ എഴുത്തുകാരുടെയൊക്കെ വലിയ സംഭാവനയുണ്ട്. നമ്മുടെ ചിന്തകളെ, ആശയങ്ങളെ, നിലപാടുകളെയൊക്കെ രൂപീകരിക്കുന്നതിൽ വലിയ വലിയ സ്വാധീനമാണ് ഈ എഴുത്തുകാർക്ക് ഈ സമൂഹത്തിലുള്ളത്. അതൊരു വലിയ സാമൂഹ്യ പ്രതിബദ്ധതയാർന്ന ഒരു പ്രവർത്തനമാണ്. അതൊരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് ഒരർത്ഥത്തിൽ എന്ന് പറയേണ്ടതുണ്ട്. ഈ മലയാറ്റൂരിൻ്റെ ഒരു കാര്യത്തിലേക്ക് വന്നാൽ, അദ്ദേഹം ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സർഗപരമായ കഴിവുകൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ തരത്തിൽ തന്നെ അദ്ദേഹത്തിന് അത് വിനിയോഗിക്കാൻ പറ്റി. പക്ഷേ ബ്യൂറോക്രസിയിൽ നിന്ന് പലരും ഇങ്ങനെ എഴുത്തിൻ്റെ മേഖലയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ മലയാറ്റൂരിനെ പോലെ അത്രയേറെ ആ മേഖലയിൽ ഒരു വിജയം കൈവരിച്ച മറ്റ് എഴുത്തുകാരുണ്ടോ എന്ന് സംശയമാണ്. ചിലരൊക്കെ ഉണ്ടാകാം. പക്ഷെ മലയാറ്റൂർ ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോയി എങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ അദ്ദേഹത്തിനുണ്ടായ ഒരുപാട് സംഘർഷങ്ങൾ, അത് അദ്ദേഹത്തിന് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ, അധികാര വർഗത്തിൽ നിന്ന് അദ്ദേഹം നേരിടേണ്ടി വന്ന ചില അവസ്ഥകൾ, ഇതൊക്കെ അദ്ദേഹത്തിന് വലിയ ഒരു മാനസിക ആഘാതം പോലും ഉണ്ടാക്കി. ഒടുവിൽ അദ്ദേഹം ഈ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അദ്ദേഹം ഈ സർവീസ് സ്വയം അതിൽ നിന്ന് വിരമിക്കുന്ന ഒന്നായി മാറി. IAS തന്നെ അദ്ദേഹം വലിച്ചെറിയുന്ന ഒരവസ്ഥയുണ്ടായി.
ആ തരത്തിലൊക്കെ ഒരുപാട് സ്വഭാവ സവിശേഷതകളുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അത് പലതും വിചിത്രമാണ് എന്ന് പോലും തോന്നിപ്പിക്കാവുന്ന ചില സ്വഭാവ വിശേഷങ്ങൾ. അദ്ദേഹം ഒരു കാലത്ത് വളരെ നിരീശ്വരവാദിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ പൂണൂല് അദ്ദേഹം അത് മുറിച്ചു കളഞ്ഞിട്ട് അദ്ദേഹം ഒരു വിപ്ലവത്തിന്റെ തരത്തിലേക്ക് അങ്ങ് മാറി. പിന്നീട് വീണ്ടും ഏറ്റവും തികഞ്ഞ ഒരു ഈശ്വര ഭക്തനായി അദ്ദേഹം മാറി. ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകതകളുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ കൃതികളിലും അദ്ദേഹത്തിന്റെ ആ സ്വഭാവത്തിന്റെ ഒരുപാട് സവിശേഷതകൾ നമുക്ക് കാണാൻ പറ്റും. ആ വ്യക്തിത്വത്തിന്റെ മഹാപ്രതിഭയുടെ അതുല്യ പ്രതിഭയുടെ അതീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് എല്ലാ ആശംസകളും എല്ലാ അഭിവാദ്യങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഇന്ന് പുരസ്കാരം നേടിയിട്ടുള്ള ശ്രീ അംബികാസുധൻ മാങ്ങാടിന് എല്ലാ ആശംസകളും. ഇനിയും ഈ മേഖലയിൽ, എഴുത്തിന്റെ മേഖലയിൽ ഒരുപാട് വെളിച്ചം പകരാൻ ഏറ്റവും ദീപ്തമായ ഒരുപാട് രചനകൾക്ക് അദ്ദേഹത്തിന് കരുത്ത് നൽകട്ടെ സർവശക്തനെന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. അതുപോലെ ഇന്ന് ഇവിടെ പുരസ്കാരം നേടിയ ശ്രീ അനിൽകുമാർ തുടങ്ങി നമ്മുടെ മറ്റ് പുരസ്കാര ജേതാക്കളെയും എല്ലാം ഹൃദയപൂർവ്വം എല്ലാ ആശംസകളും അവർക്ക് അറിയിച്ചുകൊണ്ട് ഈ പ്രൗഢഗംഭീരമായ ഒരു സായാഹ്നമൊരുക്കിയ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ എല്ലാ സാരഥികളെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മലയാറ്റൂരിൻ്റെ പൊന്നി എന്ന നോവലിനെ ആധാരമാക്കി നടത്തിയ സാഹിത്യ മത്സരത്തെക്കുറിച്ച് അതിൻ്റെ ജൂറി ചെയർമാനും പ്രശസ്ത എഴുത്തുകാരനുമായ ശ്രീ സി റഹീം സംസാരിച്ചു. ഈ പൊന്നി എന്ന നോവലിനൊരു വലിയ ചരിത്ര പശ്ചാത്തലമുണ്ട്. മലയാള സാഹിത്യത്തിലെ ഈ ഗോത്ര ജീവിതത്തെ ആദ്യം അടയാളപ്പെടുത്തിയത് ഈ നോവലാണ്. അതിനുശേഷം പല നോവലുകൾ വന്നു. പക്ഷേ ഇതിൻ്റെ ആ യൂണിക്നെസ്, അതിൻ്റെ പ്രാധാന്യം അത്തരത്തിൽ എക്കാലവും ശ്രദ്ധിക്കുന്നു. അതിന് കാരണം നമുക്കറിയാം, അട്ടപ്പാടിയിൽ അദ്ദേഹം സബ് കളക്ടറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ആ ഗോത്ര ജീവിതം, അട്ടപ്പാടിയിലെ മനുഷ്യരുടെ ജീവിതം മനസ്സിലാക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ തന്നെ ജാതി വ്യവസ്ഥയുണ്ട്. അത്തരം ഒരു പ്രണയകഥയാണ് അദ്ദേഹം പറയുന്നത്. കുഞ്ഞിയും മറ്റൊരു ഗോത്രത്തിലെ ഒരു വ്യക്തിയും തമ്മിലുള്ള, മാരനും തമ്മിലുള്ള പ്രണയത്തിൻ്റെ കഥയാണ്. പിന്നീടാണ് നെല്ലുമൊക്കെ വരുന്നത്. നെല്ല് പി വത്സലയുടെ കഥയാണ്. പിന്നെ അതേ സമൂഹത്തിൽ നിന്ന് നാരായണൻ വരുന്നുണ്ട്. പല അവസാനം KJ ബേബിയുടെ മാവേലി മന്ത്രം വരുന്നുണ്ട്. ഇന്ന് പലതും വരുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ മലയാറ്റൂർ ചെയ്ത ഈ പൊന്നി എന്ന നോവൽ പിന്നെ ചലച്ചിത്ര ഭാഷ്യമാണ്. അപ്പോൾ നമ്മളുടെ വിഷയം തന്നെ പൊന്നി എന്ന നോവലും ചലച്ചിത്രവും എന്നതായി. നോവൽ സിനിമയാവുമ്പോൾ കാലം കുറച്ച് മാറ്റങ്ങൾ വരുത്തും. അത് ആ ചലച്ചിത്ര വിജയത്തിനും അതുപോലെ തന്നെ ആ നോവലിൽ നിന്ന് വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകൾ രൂപപ്പെട്ടു വരും. തോപ്പിൽ ഭാസിയാണ് സംവിധാനം ചെയ്തത്. അപ്പോൾ അതിനെ അംഗീകരിച്ച് വളരെ നല്ല രീതിയിലാണ്. ഞാൻ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. വളരെ നല്ല തരത്തിലുള്ള ധാരാളം പഠനങ്ങൾ വന്നു. അതിൽ നിന്ന് ഏറ്റവും നല്ല പഠനമായി നമ്മൾ തിരഞ്ഞെടുത്തത് ഡോക്ടർ അനിലിൻ്റേതാണ്. അനിൽ വളരെ വളർന്നു വരുന്ന ശ്രദ്ധേയനായ സാഹിത്യ നിരൂപകനും സാമൂഹിക നിരീക്ഷകനൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഡോക്ടർ യശ്വിനി ചേർന്ന് പുസ്തകങ്ങൾ തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം വന്നത് ആടുജീവിതത്തെക്കുറിച്ചിട്ടുള്ള ഒരു പഠനഗ്രന്ഥം, ചലച്ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട്. തീർച്ചയായിട്ടും അർഹമായ കൈകളിലാണ് പിന്നെ സമ്മാനം എത്തിയിരിക്കുന്നത്. ഇതിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് ഡോക്ടർ അജി നാരായണൻ്റെ ലേഖനമാണ്. മൂന്നാമത് ബിന്ദു KG. രണ്ടുപേരും ഇവിടെ എത്തിയിട്ടില്ല. അവരെ പ്രതികരിച്ച ആളുകൾക്ക് മലയാറ്റൂർ രാമകൃഷ്ണൻ, അദ്ദേഹമാണ് നമ്മുടെ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രം. അദ്ദേഹത്തെക്കുറിച്ച് വളരെ എല്ലാവരും കൂടെ പറഞ്ഞു കഴിയും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഓരോ നോവലിനും ഇങ്ങനെ വ്യത്യസ്തതയുണ്ട്. വേദികൾ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തെ അന്വേഷിച്ചു പോകുന്ന നോവലാണ്. അദ്ദേഹത്തിൻ്റെ സർവീസ് കാലത്തെ അനുസരിച്ച് യന്ത്രം വന്നു. ഏത് നോവലിനും ഇതിന് പ്രത്യേകതയുണ്ട്. അപ്പോൾ ഒരു നമ്മുടെ സമൂഹത്തിലെ പ്രത്യേകിച്ചും
അദ്ദേഹം 50കളിലാണ് അവിടെ അട്ടപ്പാടിയിലെത്തുന്നത്. ഈ നോവൽ വരുന്ന 60കളിലാണ് ഈ നോവൽ വരുന്നത്. അപ്പോൾ ആദ്യകാലത്ത് തന്നെ ഗോത്ര ജീവിതത്തിലേക്ക്, അവരുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു ടോർച്ചടിച്ച് നമ്മളെ കാണിച്ചു തന്നത് അദ്ദേഹമാണ്. അപ്പോൾ ഇത്തരം ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സാഹിത്യത്തിൽ നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ സാഹിത്യത്തെ നമ്മൾ വായിക്കുന്നതോടൊപ്പം വ്യത്യസ്ത തലത്തിൽ അത് വിലയിരുത്തുകയും പഠിക്കുകയൊക്കെ ചെയ്യപ്പെടണം. അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പഠന അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് ഓരോ വർഷം കഴിയുമ്പോൾ അതിൻ്റെ നിലവാരം വർദ്ധിച്ചു വരുന്നുണ്ട്, കൂടുതൽ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഞാൻ എല്ലാവരുടെയും ആശംസ അറിയിക്കുകയാണ്. കാരണം കൂടുതൽ പഠനങ്ങളും അന്വേഷണങ്ങളും ഒക്കെ സാഹിത്യത്തിൽ വരട്ടെ. സാഹിത്യം ഇല്ലാത്ത സമൂഹം എന്ന് വെച്ചാൽ വളരെ മോശപ്പെട്ട സമൂഹമായിരിക്കും. സാഹിത്യം കൂടുതൽ വായിക്കപ്പെടേണ്ട ഒരു കാലമാണ്. അത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും സാഹിത്യം വായിക്കണം. നമ്മൾ IIT-കളിലും ഒക്കെ കമ്പ്യൂട്ടർ പഠിക്കുന്ന കുട്ടികളെല്ലാം സാഹിത്യം പഠിക്കുന്ന അവരുടെ സിലബസിലും വേണം. സാഹിത്യം മനുഷ്യനെ കൂടുതൽ ആർദ്രതയുള്ള ഒരാൾക്കും അതിനെ സംബന്ധിച്ച പഠനങ്ങൾ കൂടുതൽ വിശാലത ഉണ്ടാക്കും. എല്ലാ ആശംസകളും നമസ്കാരം. ഇനി ലേഖന മത്സര വിജയികൾക്കുള്ള സമ്മാനദാനമാണ്. ഒന്നാം സമ്മാനം ഡോക്ടർ അനിൽകുമാർ KS. രണ്ടാം സമ്മാനം നേടിയത് ഡോക്ടർ അജയ് നാരായണൻ. അദ്ദേഹം സ്ഥലത്തില്ല. അദ്ദേഹത്തിന് വേണ്ടി സുഹൃത്ത് ശ്രീമതി ഗീത വിജയകുമാർ സമ്മാനം വാങ്ങുന്നു. മൂന്നാം സമ്മാനാർഹയായ ശ്രീമതി ബിന്ദു ടിജി കാലിഫോർണിയയിലാണ്, അതിനാൽ എത്താൻ സാധിച്ചിട്ടില്ല. ശ്രീമതി ബിന്ദു ടിജിക്ക് വേണ്ടിയിട്ട് മകൻ മാത്യു തോമസ് സമ്മാനം ഏറ്റുവാങ്ങുന്നു. അവാർഡ് ജേതാവ് ശ്രീ അംബികാസുധൻ മാങ്ങാടിൻ്റെ മറുവാക്ക് വളരെ ഹൃദ്യമായിരുന്നു. മലയാറ്റൂർ രാമകൃഷ്ണൻ ദിവ്യ നാമധേയത്തിൻ്റെ സ്മരണകൾ ഇരമ്പി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ മലയാറ്റൂരിൻ്റെ പേരിലുള്ള പുരസ്കാരം എനിക്ക് ഗുരുതുല്യനായിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും പ്രിയങ്കരനായ നോവലിസ്റ്റ് പെരുമ്പടവം ശ്രീധരൻ്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങാൻ കഴിയുന്നത് ജീവിതത്തിലെ വലിയ ഒരു ഭാഗ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുള്ള, ഉദ്ഘാടനം നിർവഹിക്കുക കൂടി ചെയ്തിട്ടുള്ള മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി പ്രഭാവർമ്മ, അതുപോലെ ചലച്ചിത്ര അക്കാദമി ചെയർമാനും എഴുത്തുകാരനുമായ പ്രേംകുമാർ, അതുപോലെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റു പ്രിയപ്പെട്ട ഒരുപാട് പേരുണ്ട്. സദസ്സിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുണ്ട്. ഫൗണ്ടേഷൻ്റെ ശ്രീകുമാറും പ്രിയപ്പെട്ട റഹീമും നൗഷാദലിയും ഉണ്ട്. വിദ്യാർത്ഥാക്കളിൽ ആശാ നജീബുണ്ട്, ചന്ദ്രമതി ടീച്ചറും അതുപോലെ ഡോക്ടർ സന്തോഷ് കുമാറും ആയിരുന്നു വിധികർത്താക്കളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മലയാറ്റൂരിൻ്റെ പേരിൽ ഏറ്റവും നീതിപൂർവമായി ഏറ്റവും നന്നായി നടത്തപ്പെടുന്ന ഒരു കൂട്ടായ്മയുടെ പുരസ്കാരം ലഭിക്കുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ദീർഘമായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല. രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. 14ാം നൂറ്റാണ്ടിൽ ഉത്തര കേരളത്തിൻ്റെ ചരിത്രം ഒരു ചരിത്ര പുസ്തകത്തിലും ഇല്ല. നാം പ്രധാനമായിട്ട് കാണുന്ന ശ്രീധരമേനോൻ്റെ കേരള സാഹിത്യ ചരിത്രത്തിലെ 450 പേജുകളിൽ ഉത്തര കേരളത്തിലെ കോലത്തിരിക്കും ഏഴിമല രാജവംശത്തിനും ഒക്കെ വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് 1.5 പേജ് മാത്രമാണ്. കാസർഗോഡിനോടുള്ള അവഗണന ഇപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷേ കാസർഗോഡ്, കണ്ണൂർ ഉൾപ്പെടുന്ന ഉത്തര കേരളത്തോട് മൊത്തമായിട്ട് ചരിത്രകാരന്മാർ കാണിച്ചിട്ടുള്ള, എന്ന് വെച്ചാൽ ആ കാലത്ത് ആ ദേശത്തിൻ്റെ ചരിത്രം എഴുതിയിട്ടില്ല എന്നേ അർത്ഥമാക്കുന്നുള്ളൂ, അല്ലാതെ അവഗണിച്ചു എന്നല്ല. ശ്രീധരമേനോൻ്റെ പുസ്തകത്തിൽ 1.5 പേജിൽ ഒരിക്കലും
കാര്യങ്ങൾ കൂടുതൽ എഴുതാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് ഒരുപാട് ചരിത്രം അങ്ങനെ കാണാമറയത്താണ്. നേരത്തെ ആശാ നജീബ് ഇവിടെ വളരെ സൂക്ഷ്മമായിട്ട് പുസ്തകത്തെ വായിക്കുകയുണ്ടായി. അതിൽ പറഞ്ഞതുപോലെ തെയ്യത്തിൻ്റെ തോറ്റത്തിൽ നിന്നാണ് ഞാൻ ഈ ത്രെഡ് എടുക്കുന്നത്. കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് എൻ്റെ മനസ്സിൽ ഈ കഥയുണ്ട്. പക്ഷെ കേൾക്കുന്ന കഥകളെല്ലാം അല്ലോഹലൻ മഹാദുഷ്ടനാണ് എന്നാണ്. പക്ഷെ ഞാൻ കണ്ടെത്തുന്ന അല്ലോഹലൻ വളരെ നല്ല ഒരു മനുഷ്യനായിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ നാട്ടുമൊഴികളും ഒക്കെ ശേഖരിച്ചുകൊണ്ട് വളരെ ചരിത്ര വസ്തുതകളൊന്നും കിട്ടാനില്ല, ഒരുപാട് അന്വേഷണങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഭാവന കൂടുതൽ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. പൊന്നിയമ്മ പോലെയുള്ള കഥാപാത്രങ്ങളെല്ലാം ഭാവന സൃഷ്ടങ്ങളാണ് എന്ന് പറയാം. പക്ഷേ 14-ാം നൂറ്റാണ്ടിൻ്റെ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ള ഉണ്ണുനീലി സന്ദേശം അടക്കമുള്ള കൃതികളൊക്കെ, ഒരുപാട് കൃതികൾ നോക്കി ആ കാലത്തെ വായിച്ച് മനസ്സിലാക്കി പഠിച്ച് തന്നെയാണ് ഈ പുസ്തകം എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ പിന്നിൽ ഒരു 3.5 വർഷത്തെ കഠിനമായ അധ്വാനം ഈ പുസ്തകത്തിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് പറയട്ടെ. അപ്പം അങ്ങനെ ഒരു പുസ്തകം തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നേരത്തെ ഇവിടെ പ്രഭാവർമ്മ പറയുന്ന സമയത്ത് ഞാൻ ഓർത്തുപോയ ആൻമകജെ വേണ്ട പോലെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഓർമ്മിച്ചു പോയൊരു കാര്യം, എനിക്ക് ഇത് 37ാമത്തെ അവാർഡാണ്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകളൊക്കെ ചെറുകഥാ പുസ്തകങ്ങൾക്കാണ്, ചെറുകഥകൾക്കാണ്. നോവലിന് ആദ്യമായിട്ട് കിട്ടുന്നത് അല്ലോഹലന് ഈ അടുത്ത് ചന്ദുമേനോൻ അവാർഡ് 2 ആഴ്ച മുമ്പ് കിട്ടി. ഇപ്പോൾ നോവലിന് എനിക്ക് എന്മകജ എന്ന നോവൽ 4-5 ഭാഷകളിൽ ഇതിനകം മൈഥിലി ഭാഷയിലൊക്കെ വന്നു. ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, തമിഴ്, അങ്ങനെ പല രീതി 27 പതിപ്പുകൾ വന്നു. എല്ലാ യൂണിവേഴ്സിറ്റിയിലും അത് ടെക്സ്റ്റ് ബുക്കായിട്ടുണ്ട്. ഇന്ത്യയിൽ വന്നതോടുകൂടിയിട്ട് സൗത്ത് ഇന്ത്യൻ പല യൂണിവേഴ്സിറ്റിയിലും അത് ഹിന്ദി വിഭാഗത്തിൽ പാഠപുസ്തകമാണ് എന്നറിയുന്നു. ഒരു 10-ലധികം പേര് അതിൽ PhD എടുത്തിട്ടുണ്ട്. ഇപ്പോഴും എനിക്കറിയാവുന്ന 5-6 പേര് PhD അതിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടും അത് ആ രീതിയിൽ പ്രഭാവർമ്മ പറഞ്ഞതുപോലെ നോവലുകളിൽ ഞാൻ വന്നിട്ടില്ല. പക്ഷേ അല്ലോഹലിന് മലയാറ്റൂർ പ്രൈസ് കിട്ടുമ്പോഴത് പ്രത്യേകമായൊരു സന്തോഷം തരുന്നത് നോവലിൽ ഞാൻ ഇത്ര കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രവർത്തനത്തിന് കിട്ടുന്ന ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ എനിക്ക് വലിയ സന്തോഷം ഉണ്ട്. അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. അത് പറയാൻ ഞാൻ ആഗ്രഹിച്ചതുമായിരുന്നില്ല. പക്ഷെ പ്രഭാവർമ്മ അത് പറഞ്ഞപ്പോഴും അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു, ഊഴിയിൽ ചെറിയവർക്ക് അറിയുവാൻ ഈ രാമചരിതത്തിൻ്റെ തെല്ല് ഞാൻ ചൊല്ലുന്നു എന്ന് പറയുന്ന ആ വരികളും ആ കാലത്തിലെ കണ്ണശൻ്റെയും തൊട്ടു പിന്നാലെ വരുന്ന കൃഷ്ണഗാഥയും ഒക്കെ ഈ പുസ്തകത്തിൽ ചർച്ചാ വിഷയമായിട്ട് വരുന്നുണ്ട്. മലയാള സാഹിത്യവും ഈ നോവലിലൊരു ചർച്ചാ വിഷയമാണ്. മാത്രമല്ല ഊഴിയിൽ ചെറിയവർക്ക് അറിയുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതിയ ജീവിത പ്രശ്നങ്ങൾ എന്ന കഥ തൊട്ട് ഇന്ന് വരെ ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ രചനകളും ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ്. ഊഴിയിൽ ചെറിയവർക്ക് അറിയുവാൻ വേണ്ടി എഴുതുന്ന, വളരെ ലളിതമായിട്ട് എഴുതുന്ന എൻ്റെ നോവലുകൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും എന്മകജ വായിച്ചിട്ട് നിതിനാദേവി എന്ന 6ാം ക്ലാസ്സിലെ അമ്പലത്തറയിൽ ഒരു കുട്ടി എൻ്റെ കൈപിടിച്ച് ആ സ്കൂളിൽ പോയ സമയത്ത് ഓടി വന്ന് പറഞ്ഞത്, പക്ഷേ 3-4 ദിവസമായിട്ട് എന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ എന്മകജ വായിച്ചിട്ടാണ്. 6ാം ക്ലാസ്സിലെ കുട്ടിയാണ്. 2010-ലാണ് അത് പറയുന്നത്. അത് കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞ് ഇവിടെ എന്മകജയുടെ 2ാം പതിപ്പിൻ്റെ പ്രകാശനത്തിന് വന്ന സമയത്ത് സുഗതകുമാരി ടീച്ചർ അത് പ്രകാശനം ചെയ്യുന്ന സമയത്ത് തൊട്ടു മുമ്പ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞത്, അംബികാസുധ, ഞാൻ 3-4 ദിവസമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എന്മകജയെ വായിച്ചതാണ് കാരണം എന്ന് പറയുന്നത്. ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും. അപ്പോൾ ആ രീതിയിൽ വളരെ ലളിതമായിട്ട് എഴുതാൻ ശ്രമിക്കുന്ന, ഒരുപക്ഷെ എൻ്റെ രീതി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. കുട്ടികൾക്ക് പോലും 2 മത്സ്യങ്ങൾ പോലുള്ള കഥകൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വരുമ്പോൾ കുട്ടികളത് വളരെ ആവേശത്തോടു കൂടി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ മനസ്സിനൊപ്പം നിന്ന് എഴുതാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. മാത്രമല്ല ഞാൻ വിഷയങ്ങൾ കണ്ടെത്തുന്നത് ചുറ്റുപാടും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. വേറെ ഏതെങ്കിലും ലോകത്തിൽ നിന്നല്ല ഞാൻ വിഷയങ്ങളെ കൊണ്ടുവരുന്നത്. ഇപ്പം എൻ്റെ ഏറ്റവും പുതിയ കഥാസമാഹാരം ലോകലിന് ശേഷം വന്ന പുസ്തകമാണ് തോട്ടുംകര പോതി എന്ന് പറയുന്ന ചെറുകഥാ സമാഹാരം. മാതൃഭൂമി പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. അപ്പം അതിലൊരു കഥയുള്ളത് ജീവിച്ചു പോകുന്നവർ എന്നൊരു കഥയുണ്ട്. ആ കഥ എൻ്റെ ഭാര്യയുടെ ഒരു വല്യമ്മ അടുത്ത കാലത്ത് മരിച്ചുപോയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു കഥയാണ്.
അതായത് മരിച്ചുപോയൊരു സ്ത്രീ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. സാധാരണ കഥകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അത് തോന്നലായിട്ടോ ചിന്തയായിട്ടോ സർറിയലിസമായിട്ടോ മാജിക്കൽ റിയലിസമായിട്ടോ ഒക്കെയാണ് എഴുത്തുകാർ ആവിഷ്കരിക്കുന്നത്. പക്ഷെ എൻ്റെ കഥയിൽ മരിച്ച ഒരു സ്ത്രീ നേരിട്ട് വരികയാണ് വീട്ടിലേക്ക്. വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റൂല. അപ്പം അങ്ങനെ വന്നപ്പോൾ വീട്ടുകാരി ഗേറ്റിൽ നിൽക്കുന്നു. വീട്ടുകാരൻ സന്ധ്യ കഴിഞ്ഞ് വരുമ്പോൾ വീട്ടുകാരി പരിഭ്രമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വീട്ടുകാരൻ ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടുകാരി പറഞ്ഞു, അമ്മ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അമ്മയോ? നിന്റെ അമ്മ ചത്തുപോയിട്ട് 10-20 കൊല്ലായില്ലേ? അന്നേരം ഭാര്യ പറഞ്ഞു, എൻ്റെ അമ്മയല്ല, നിങ്ങളുടെ അമ്മ. അന്നേരം ഭർത്താവ് പറഞ്ഞു, എൻ്റെ അമ്മയോ? എൻ്റെ അമ്മ മരിച്ചിട്ട് 41 കഴിഞ്ഞില്ലേ, പോയി നോക്ക്. രണ്ടുപേരും കൂടെ പകച്ച് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഡ്രോയിങ് റൂം കഴിഞ്ഞ് അമ്മയ്ക്ക് പ്രിയപ്പെട്ട ഇതായിരുന്ന മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ അമ്മ അതാ ചുരൽ കസേരയിൽ മലർക്കെ ചിരിച്ച് ഇരിക്കുന്നു. മകൻ പെട്ടെന്ന് ചോദിച്ചു, അമ്മയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ, മരിച്ച ഒരാളോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണോ? ഏതൊരു മകനും ചോദിക്കുന്നത് പോലെ ചോദിച്ചു, അമ്മ എന്തിനാ മടങ്ങി വന്നത്? മരിച്ച ആൾക്ക് മടങ്ങി വരാൻ പറ്റില്ലല്ലോ, പാടില്ലല്ലോ. അമ്മ എന്തിനാ മടങ്ങി വന്നത്? അന്നേരം ഈ അമ്മ പറഞ്ഞു, മോനെ, ഞാൻ പെട്ടെന്നൊരു നിമിഷത്തിൽ കുഴഞ്ഞു വീണ് പോയതല്ലേ, ഒരു വാക്ക് മിണ്ടാൻ പറ്റിയില്ലല്ലോ, നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ നേരം കിട്ടിയില്ലല്ലോ, അതാ മടങ്ങി വന്നത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, എനിക്ക് മീൻകറി കൂട്ടിയിട്ട് ഒരിക്കൽ കൂടി ചോറ് തിന്നണം. നിന്റെ ഭാര്യ നളിന ഉണ്ടാക്കുന്ന മീൻകറി കൂട്ടിയിട്ട് ഒരിക്കൽ കൂടി ചോറ് തിന്നണം. ഇങ്ങനെ മകൾ പറഞ്ഞു, ഇന്ന് മീൻ കിട്ടിയിട്ടില്ല. മകൻ്റെ ഭാര്യ പെട്ടെന്ന് മകൻ്റെ ഭാര്യ ഓർത്ത് പറഞ്ഞു, ഇന്നലത്തെ മീൻകറി കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അന്നേരം അമ്മ പറഞ്ഞു, ഓ എന്നാ ബെസ്റ്റ്, ഇന്നലത്തെ മീൻകറിയാണെങ്കിൽ ചൂടാക്കിയ ടേസ്റ്റ് കൂടും. ഈ മകൻ്റെ ഭാര്യ പെട്ടെന്ന് അടുക്കളയിലേക്ക് ഓടി മീൻകറി ചൂടാക്കി ചോറെടുത്ത് വെച്ചു. ഈ അമ്മയും മകനും കൂടി ചോറുണ്ണുന്നു, അടുത്തടുത്തിരുന്ന് ചോറുണ്ണുന്നു. ഈ അമ്മ ഈ മീൻകറി മുഴുവൻ പിന്നെ ചോറിൻ്റെ കൂടെ കഴിച്ചിട്ട് അവസാനം ഈ പ്ലേറ്റിൽ വന്ന മീൻകറി വിരൽ കൊണ്ട് വടിച്ചെടുത്തിട്ട് അവസാനത്തെ തുള്ളിയും നക്കി കുടിച്ചിട്ട് പറയും, മോളെ, നീ ഉണ്ടാക്കുന്ന മീൻകറിക്ക് എന്തൊരു ടേസ്റ്റാണ്. അന്നേരം മകൻ്റെ ഭാര്യ ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ട് കണ്ണ് തുറപ്പിച്ചിട്ട് അമ്മയോട് ചോദിക്കും, അമ്മേ, കഴിഞ്ഞ 30 കൊല്ലമായി ഞാൻ ഈ മീൻകറിയല്ലേ, കുടംപുളിയിട്ട ഈ മീൻകറിയല്ലേ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. ഈ 30 കൊല്ലം നിങ്ങൾ ഒരു ദിവസം പോലും മീൻകറി നന്നായിന് മോളെ എന്നൊരു വാക്ക് പറഞ്ഞിനാ. നേരെ അമ്മ പറഞ്ഞു, മോളെ, ഞാനത് പറഞ്ഞിട്ടില്ല, അത് പറയാനാ ഞാൻ മടങ്ങി വന്നത്. നല്ലതുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞോളണം എന്ന് പറയുന്ന അത് കഥയുടെ തുടക്കം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ആ കഥ പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നല്ലത് പറയാനുള്ള, മനുഷ്യപ്പറ്റിനെ കുറിച്ച് പറയാനുള്ള, അലോഹലൻ എന്ന നോവൽ വായിച്ച് എം മുകുന്ദൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഇത്ര നന്മയുള്ളൊരു പുസ്തകം, സ്നേഹം നിറഞ്ഞൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല എന്ന്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരിക്കും, വായനക്കാർക്ക് അങ്ങനെ തോന്നണം, എല്ലാവർക്കും അങ്ങനെ തോന്നിക്കൊള്ളണം എന്നൊന്നുമില്ല. ഒരുപക്ഷെ ഈ ഒരു നന്മ ഈ ജീവിതത്തിലുടനീളം ഈ കഥകളിൽ എഴുത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളെന്നുള്ള നിലയിലായിരിക്കാം മുകുന്ദൻ അങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പം അലോഹലൻ എന്ന നോവലിലും ദുഷ്ടനായിട്ട് വ്യാപരിക്കപ്പെടുന്ന ഒരു കഥാപാത്രത്തെ ഞാൻ കൊണ്ടുവന്നിട്ട് വളരെ നീതിമാനായിട്ടുള്ളൊരു മനുഷ്യനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത്. അങ്ങനൊരു പുസ്തകത്തിന് ഒരു പുരസ്കാരം കിട്ടുമ്പോൾ അത് പിന്നെ വലിയ സന്തോഷം. തെയ്യങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. രാജാവിൻ്റെ കഥയല്ല ഈ നോവലിലുള്ളത് പറയാൻ ശ്രമിക്കുന്നത് എന്ന് വായിക്കുന്നവർക്ക് അറിയാം. മറിച്ച് പിന്നെ ആശ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ജാതി എന്ന ഒരു വിഷയം സ്ഥൂലതലത്തിൽ നമ്മുടെ പുരോഗമന പ്രസ്ഥാനങ്ങളും ദേശീയ പ്രസ്ഥാനങ്ങളും എല്ലാം നിർമ്മാർജ്ജനം ചെയ്ത ഒരു വിഷയം. നമുക്ക് ഏത് ചായക്കടയിലും ഏത് സിനിമാ തിയേറ്ററിലും ഏത് ജാതിക്കാർക്കും ഏത് മതക്കാർക്കും ഒന്നിച്ചിരിക്കാം, തോളോട് തോൾ ചേർന്ന് നടക്കാം. പക്ഷേ സൂക്ഷ്മതലത്തിൽ ജാതിയെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തിട്ടില്ല. അതിൻ്റെ എല്ലാ നൃശംസതകളോടും കൂടി പണം വിരിച്ച് നിൽപ്പുണ്ട് നമ്മുടെ തൊട്ട് മുമ്പിൽ എന്ന് നമ്മുടെ ലോകത്തോട് പറയാനാണ് ഞാൻ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ജാതി ഇല്ലാതായി എന്നൊക്കെ പറയും, പക്ഷേ പെട്ടെന്ന് ഒരു കല്യാണം വരുമ്പോൾ
ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ജാതി ചട്ടക്കൂട്ടഞ്ഞെഴുന്നേൽക്കും. പിന്നെ ജാതിയാണ് നമ്മൾ മുഴുവൻ കാണുന്നത്. അപ്പം അങ്ങനെ സൂക്ഷ്മതലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജാതി എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഈ പുസ്തകത്തിലൂടെ. അല്ലാതെ ഒരു രാജാവിൻ്റെ കഥ പറയുക എന്നൊരു ലക്ഷ്യം അല്ല ഉള്ളത്. 3.5 വർഷത്തെ ഒരു അതികഠിനമായ ജന്മകജയൊക്കെ എഴുതാൻ ഞാൻ 2.5 വർഷം കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ രാവിലെ ഇരുന്ന് രാത്രിയൊക്കെ ഇരുന്ന് എഴുതിയൊരു പുസ്തകമാണ് മരക്കാപ്പുറത്തീയങ്ങളും മെന്മകജയും ഒക്കെ. പക്ഷെ അലോഹലൻ കൃത്യമായിട്ട് മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും വിടുതൽ നേടിയിട്ട് രഹസ്യ സ്ഥലങ്ങളിലൊക്കെ ഇരുന്നിട്ട് 3.5 വർഷം കഠിനമായ ഒരു തപസ് പോലെ ഇരുന്ന് എഴുതിയൊരു പുസ്തകമാണ് അലോഹലൻ. അപ്പം അങ്ങനെ ചെയ്ത ഒരു വർക്കിന് ഒരു സമ്മാനം കിട്ടുമ്പോഴതിനെ ഞാൻ വല്ലാതെ വിലമതിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മലയാറ്റൂരിൻ്റെ പേരിലുള്ള പുരസ്കാരം ഏറ്റവും നീതിപൂർവമായി നടത്തപ്പെടുന്ന ഒരു ഫൗണ്ടേഷൻ്റെ പുരസ്കാരം ലഭിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും, വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ വിശദമാക്കുന്ന മലയാറ്റൂർ ഫൗണ്ടേഷൻ ഓർമ്മകളുടെ ആൽബം 2025 എന്ന പ്രസിദ്ധീകരണം ശ്രീ അംബികാസുധൻ മാങ്ങാട് ഡോക്ടർ ആശ നജീബിന് നൽകി പ്രകാശനം ചെയ്തു. സാഹിത്യ മത്സരത്തിൽ 1ാം സമ്മാനാർഹനായ ഡോക്ടർ അനിൽകുമാറിൻ്റെ മറുപടിയും മനോഹരമായി. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. മലയാറ്റൂർ സാറിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം ലഭിച്ചു എന്നുള്ളത് ഏറെ സന്തോഷവും അഭിമാനവുമാണ്. ഞങ്ങൾക്ക് നടത്തി വരുന്ന ചലച്ചിത്ര പഠനങ്ങളുടെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഈ ഒരു മത്സരത്തിലേക്ക് ഞാനും എത്തപ്പെടുന്നത്. അപ്പോൾ അയക്കുമ്പോൾ ഇങ്ങനെ ഒരു പുരസ്കാരം പ്രതീക്ഷിച്ചിരുന്നില്ല, ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഗോത്രജീവിതങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സിനിമകളുടെ കൂടെ പൊന്നി എന്ന സിനിമയും പലവട്ടം കാണുകയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ സാഹിത്യ പാഠങ്ങൾ പല രൂപത്തിൽ വായിക്കുകയുണ്ടായി. ആ ഒരു സന്ദർഭത്തിലാണ് ഈ മത്സരം വന്നത്. അപ്പോൾ ഇങ്ങനൊരു പുരസ്കാരം നൽകിയ ഈ സംഘടക സമിതിയോട് ഉള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. മലയാറ്റൂർ ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ നൌഷാദ് എം അലിയുടെ കൃതജ്ഞതയോടെ 4ാമത് മലയാറ്റൂർ സാംസ്കാരിക സായാഹ്നത്തിന് സമാപനമായി. പ്രഭാവർമ്മ സാർ നമുക്ക് ഇവിടെ ഒരു ഗംഭീരമായ പ്രസംഗം വേദിയെ അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹത്തിന് ഞാൻ ഈ ചടങ്ങിൽ സ്നേഹപൂർവ്വം കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്ന പെരുമ്പട സാറിന് ഞാൻ ആദരപൂർവ്വം കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിന് വന്നെത്തിയ പ്രേംജിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ എൻ്റെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ആശാ നജീബിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സി റഹീമിനെ ഞാൻ ഈ വേദിയിൽ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അംബികാസുധൻ മാങ്ങാടിൻ്റെ അലോഹലൻ എന്ന നോവലിന് ഇങ്ങനെ ഒരു മലയാറ്റൂർ സമ്മാനം അവാർഡ് നൽകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ പരിപാടിക്ക് അദ്ദേഹം ഇന്ന് രാവിലെയാണ് കാസർഗോഡ് നിന്ന് ഇവിടെ എത്തിയത്. അദ്ദേഹം ഇന്ത്യക്ക് പുറത്തായിരുന്ന സമയത്താണ് ഇവിടെ അവാർഡ് പ്രഖ്യാപിച്ചത്. അപ്പോൾ അദ്ദേഹം കാസർഗോഡ് നിന്ന് രാവിലെ എത്തി. അദ്ദേഹം നമുക്ക് നല്ലൊരു സാഹിത്യ പ്രസംഗം ഇവിടെ നടത്തി. അദ്ദേഹത്തെ യാദരപൂർവ്വം ഈ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമുക്ക് ഈ മലയാറ്റൂരിൻ്റെ പൊന്നി എന്ന നോവലിനെ ആധാരമാക്കി നടത്തിയ സാഹിത്യ മത്സര വിജയികളിൽ ഡോക്ടർ അനിൽകുമാർ ഇവിടെ എത്തി. അനിൽകുമാറിന് നന്ദി. ശ്രീ അജയ് നാരായണനും ശ്രീ ബിന്ദു ടിജിക്കും പകരം എത്തിയ അവരുടെ സുഹൃത്തുക്കൾക്കും മകനും നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീകുമാർ സാറിന്റെ പ്രവർത്തനം ഈ ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാവുന്നതല്ല. ഈ അദ്ദേഹത്തെ ഔപചാരികത പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പ്രാർത്ഥനാ ഗാനം പാടിയ ഇഷാര സരീന അലി, എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.